ഇന്ന് IFPHന്റെ തുടർന്നു വരുന്ന മലയാളം വെബ് പരമ്പരയുടെ 1753 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്കൊരു പ്രത്യേക പ്രോഗ്രാമാണ്. മലയാളികൾക്ക് വായന എന്ന മാസ്മരിക ലോകത്തിലേക്കുള്ള വഴി തുറന്നുകൊടുത്ത, അല്ലെങ്കിൽ വാതിൽ തുറന്നുകൊടുത്ത സാഹിത്യകാരനായിരുന്ന ശ്രീ പി എൻ പണിക്കരുടെ സ്മരണാർത്ഥം, അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി ജൂൺ 19 ദേശീയ വായനാ ദിനമായി ആചരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമും, അതുപോലെ തന്നെ പ്രശസ്തനായ കോളേജ് അധ്യാപകനും പ്രാസംഗികനും ഒക്കെ ആയിരുന്ന ശ്രീ സുകുമാർ അഴീക്കോടിന്റെ ജന്മശതാബ്ദി വർഷമാണ്. അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന പ്രത്യേക പ്രോഗ്രാമുമാണ് ഇന്ന് നമ്മുടെ സൂം സെഷനിൽ നടക്കുന്നത്. ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് ഒരു നിമിഷം മൗന പ്രാർത്ഥനയോടെ ആരംഭിക്കാം. നന്ദി. ഇന്നത്തെ പ്രോഗ്രാമിന് ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ പ്രത്യേക പ്രോഗ്രാമുകളെല്ലാം മുന്നിൽ നിന്ന് സംഘടിപ്പിക്കുന്ന ഡോക്ടർ GS മനോജിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. മനോജ് ഡോക്ടർ കോഹോസ്റ്റ് ആണല്ലോ. മനോജ് ഡോക്ടറെ. നന്ദി ശൈല ഡോക്ടർ. കേൾക്കാമോ? കേൾക്കാം. IFPHന്റെ 1753 ദിവസം ദേശീയ വായനാ ദിനത്തോട് ആചരിക്കുകയാണ്. നമുക്കറിയാം, മലയാളികളുടെ വായനാ ബോധവും എത്രത്തോളം പ്രാധാന്യം അതിനുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഏറ്റവും മികച്ച അതിഥികളെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ ആൽബി സാർ. നമുക്ക് എല്ലാം അറിയാം, ശ്രീ APJ അബ്ദുൽ കലാം, നമ്മുടെ സ്വാതി ഇരുന്നാൾ ചക്രവർത്തി ജീവിച്ചിരുന്നെങ്കിലും എന്തൊരോ മഹാനുഭാവലു എന്ന് ഒരിക്കൽ കൂടി എഴുതിയാണ്. അത്രയും മഹാനായ ഒരു മനുഷ്യൻ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിനോടൊപ്പം ജോലി ചെയ്യാൻ അവസരം കിട്ടിയ ശ്രീ ആൽബി സാറ് റിസർച്ച് അസിസ്റ്റന്റ് ആണ്. ഇപ്പം പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ശ്രീ ആൽബി സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ശ്രീകുമാർ മൂത്തല സാർ. അദ്ദേഹം സുപരിചിതനാണ്. കാരണം ആകാശവാണിയുടെ ശബ്ദം തന്നെയാണ് അദ്ദേഹം. ഈ ശബ്ദം കേൾക്കാതാകുമ്പോ ഇപ്പൊ 12 പേര് എന്നോട് പറയുകയുണ്ടായി, എന്തോ ഒരു കുഴപ്പം ആകാശവാണിക്ക് പറ്റുമോ സംശയം. അത്ര പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ്. സുകുമാർ അഴീക്കോടിന്റെ ജന്മശതാബ്ദി വർഷമാണ്. അപ്പൊ നമുക്ക് 2 പാർട്ടായിട്ട് ഒരു സുകുമാർ അഴീക്കോട് അനുസ്മരണ പ്രഭാഷണം നടത്താമെന്ന് അദ്ദേഹം സമ്മതിച്ചിരുന്നു. അതിന് പ്രകാരം എത്തിയ ശ്രീകുമാർ മൂത്തല സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ പ്രോഗ്രാമിന്റെ സ്വാഗതം പറയുന്ന മോഡറേറ്റർ ഡോക്ടർ ഷൈല, നന്ദി പറയാം ഡോക്ടർ മറിയാമ്മ ജോൺ, അതുപോലെ IFPHന്റെ സുഹൃത്തുക്കൾ, ഈ നമ്മുടെ ആദരണീയനായ ഗസ്റ്റ് ആൽബി സാറിനെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ച ശ്രീ സലിംകുമാർ ഡോക്ടർ, അങ്ങനെ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. നന്ദി. സന്തോഷം മനോജ് ഡോക്ടറെ. അടുത്തതായി നമ്മുടെ ഉദ്ഘാടന ചടങ്ങാണ്. അതിനായി നമുക്ക് ഏവർക്കും ആദരണീയനായ നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിൽ പലതവണ നമുക്ക് ക്ലാസ്സുകളായിട്ടും ചർച്ചയിലും ഒക്കെ പങ്കെടുത്തിട്ടുള്ള ശ്രീ PV ആൽബി സാറ്, MSc അപ്ലൈഡ് ഫിസിക്സിൽ MSc ബിരുദം, അതുപോലെ തന്നെ വിവർത്തകനാണ്, ജീവചരിത്രകാരനാണ് എന്നീ നിലയിലെല്ലാം വർത്തിക്കുന്ന ശ്രീ PV ആൽബി സാറിനെ വളരെ ആദരപൂർവ്വം ഉദ്ഘാടന പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ആദരണീയനായ ശ്രീകുമാർ സാർ, പ്രിയപ്പെട്ട ഹോമിയോപ്പതി ഡോക്ടർമാരെ, ഹോമിയോപ്പതി സ്നേഹിക്കുന്നവരെ, കേരളത്തിൽ ആരംഭിച്ച് ഇന്ത്യ മുഴുവൻ ഏറ്റെടുത്ത ഒരു ദിനാചരണമാണ് ഇന്നത്തേത്. വായനാ ദിനം. വായിച്ചു വളരുക എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഗ്രന്ഥശാല പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമായി കേരളം മുഴുവൻ ഗ്രാമഗ്രാമാന്തരങ്ങൾ തോറും സഞ്ചരിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും അതിനുവേണ്ടി വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സമർപ്പിച്ച PN പണിക്കർ സാറുടെ 30ാം ചരമദിനം കൂടിയാണെന്ന്. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ എഴുത്തിൻ്റെയും വായനയുടെയും മേഖലയിൽ 35 വർഷമായി ജീവിക്കുന്ന ഞാൻ ആദ്യമേ നമസ്കരിക്കുന്നു. കേരളത്തിൽ ഇന്നിപ്പോ മുക്കിനും മൂലയിലും എന്നോണം ധാരാളം ഗ്രന്ഥശാലകളുണ്ട്. വായന
നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. വായനയുടെ സ്വഭാവവും മാധ്യമവും ഒക്കെ മാറുന്നുണ്ടെങ്കിലും വായന സാമാന്യം ഭംഗിയായി നടന്നു പോകുന്നുണ്ട്. അതിന് ഈ ദിനാചരണം വളരെയധികം ഉപകരിക്കുന്നുണ്ട്. ഇന്നിപ്പോ ഒരു വായനാ ദിനം ആചരിക്കാത്ത ഒരു ഗ്രാമം പോലും കേരളത്തിൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിപ്പോ താമസിക്കുന്ന പാലക്കാട് പട്ടാമ്പി താലൂക്കിലെ ഒരു ഉൾപ്രദേശം, ഇത് തനി കുഗ്രാമം. ഇവിടെ തന്നെ ഒരു ഡസനിലധികം ഈ ദിനാചരണങ്ങൾ സ്കൂളുകളിലും ഗ്രാമീണ ലൈബ്രറികളിലുമായി വാഹന ഗതാഗതം പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൊച്ചു കൊച്ചു ലൈബ്രറികളുണ്ട്, അവിടെയൊക്കെ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ പലരും ഉണ്ട് കാരണക്കാർ പല സാഹചര്യങ്ങളിൽ പോലും ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു പ്രസ്ഥാനമായി മാറിയ പണിക്കർ സാർ, അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് രാജ്യം മൊത്തം അംഗീകാരം കൊടുക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ദേശീയ വായനാ ദിനമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു 2017 ഇത് പ്രഖ്യാപിക്കുന്നത്. കേരളത്തിന് പുറത്തും പല സ്ഥലങ്ങളിലുമൊക്കെ ഏറെയും കുറഞ്ഞ തോതിലൊക്കെ നടക്കുന്നുണ്ട്. ഞാനിന്ന് പല സ്ഥലങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് അന്വേഷിച്ചു, പലയിടത്തുമൊക്കെ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ കേരളത്തിൽ വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട്. ഇത് വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ചെറിയ പങ്ക് പോലെ ഇത് വഹിക്കുന്നത് വലിയ പങ്ക് തന്നെയാണ്. ഒന്ന്, ഗ്രന്ഥശാലകൾ സജീവമാകുന്നു. കൂടുതൽ ആളുകൾ, രണ്ടു തരത്തിലാണ് ആളുകൾ ഗ്രന്ഥശാലയിലേക്ക് പോന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, റിട്ടയർ ചെയ്ത ആളുകൾ, റിട്ടയർ ചെയ്ത് ഗവൺമെന്റ് സർവീസിലോ പ്രൈവറ്റ് സർവീസിലോ ബാങ്കിങ് സർവീസിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്ത ആളുകൾ, അവര് നേരത്തെ ഏതെങ്കിലും കൂടുതലും മതസംഘടനകളുടെയും മറ്റുമൊക്കെ മേഖലകളിലേക്ക് ഇങ്ങനെ ഒതുങ്ങി പോകുന്നതിന് പകരം ഗ്രന്ഥശാല പ്രവർത്തനത്തിലേക്ക് വരുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. അതുപോലെ ചെറിയ കുട്ടികൾ എന്ന് വെച്ചാൽ അവർക്ക് പുസ്തകം അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി കൈകൾ എടുത്തേ പറ്റൂ. അത് വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട്, ശരിക്കും മുതലെടുത്തുകൊണ്ട് തന്നെ, ആ വാക്ക് തന്നെ പറയണം, മുതലെടുത്തുകൊണ്ട് വായനശീലം സ്വതം ഇല്ലാത്തവരിൽ പോലും അത് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. ഈ ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വായിക്കാൻ തക്ക പുസ്തകങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ ആ മേഖലയിൽ ഈ പറഞ്ഞൊരു 10-35 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിൽ പല പ്രശ്നങ്ങളുണ്ട്. എങ്കിൽ പോലും പല തരത്തിൽ അതൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. എങ്കിലും ഈ അടുത്ത കുറച്ച് കാലമായിട്ട്, ശേഷം ആ കോവിഡിനൊക്കെ ശേഷം സാമ്പത്തിക മാന്ദ്യവും മറ്റുമൊക്കെ വന്നൊരു സാഹചര്യത്തിൽ വായനയിൽ ഒരു മാന്ദ്യമൊക്കെ ഉണ്ട്. ഞാൻ പൊതുവെ പ്രസാധകരെ ഏൽപ്പിക്കുന്ന പുസ്തകങ്ങൾ മാത്രം ചെയ്യുന്ന ഒരാളാണ് ഞാൻ മിക്കവാറും. അങ്ങനെ ഏൽപ്പിച്ച 3 പുസ്തകങ്ങൾ അച്ചടിക്ക് പോകാതെ കിടക്കുന്നുണ്ട്, അഡ്വാൻസ് കിട്ടിയ പുസ്തകങ്ങൾ. അങ്ങനത്തെ ഒരു പ്രതിസന്ധി ഉണ്ട്. എങ്കിൽ പോലും വേറൊരു തരത്തില് വായന പോകുന്നുണ്ട്. കുറച്ചു മുമ്പ് ഒരു പ്രസാധകൻ എൻ്റെ അടുത്ത പുസ്തകത്തിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞതൊരു 4-5 വർഷമായിട്ട് വായനയുടെ സ്വഭാവം കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ നിരീക്ഷണം, വായനയിൽ ഒരാളെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ വരുന്നില്ല. ഇപ്പോൾ മുൻപൊക്കെ എൻ്റെയൊക്കെ ബാല്യകാലത്ത് മുട്ടത്ത് വർക്കി പൈങ്കിളി സാഹിത്യം എന്ന് നമ്മൾ പറയുന്നത്, എന്ത് പറഞ്ഞാലും ശരി, വായനയിൽ ആളെ ഇങ്ങനെ കുരുക്കിയിടാൻ അതിനൊക്കെ പ്രാപ്തി ഉണ്ടായിരുന്നു. അത്തരം പുസ്തകങ്ങളുടെ ഒരു അഭാവമുണ്ട്. അതിനെങ്ങനെ മറികടക്കാമെന്നുള്ള ചിന്തയിലാണ് പ്രസാധകരും എന്നെ പോലെ എഴുത്ത് തൊഴിലാക്കിയ ആളുകൾ. എങ്കിലും മുന്നോട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ ഒരു വായനയുടെയൊക്കെ ഒരു ചരിത്രം നോക്കി കഴിഞ്ഞാൽ ഒരു 4500 വർഷമെങ്കിലും എഴുത്തിനും വായനയ്ക്കും ചരിത്രമുണ്ട്. ബാബിലോണിയൻ സംസ്കാരത്തിന്റെ കാലഘട്ടത്ത് ഓടിന്റെ പലകകളിൽ യൂണിഫോം ലെറ്റേഴ്സ് എഴുതി തുടങ്ങിയ കാലം, അത് മറ്റുള്ളവർക്ക് വായിച്ചു തുടങ്ങിയ കാലം മുതൽ അതിങ്ങനെ വികസിച്ച് വന്ന് പല ഭാഷകളായിട്ട് തിരിഞ്ഞ് ആൽഫാബറ്റ്സിന്റെ കണ്ടുപിടുത്തം, അതിലൂടെ വായന വല്ലാത്തൊരു കുതിച്ചുചാട്ടത്തിന്റെ ഇതിലേക്ക് എത്തി. പിന്നീട് സാക്ഷരത എന്നുള്ളൊരു ആശയം വന്നു, അച്ചടി വന്നു. 15-ാം നൂറ്റാണ്ടിൽ അച്ചടി വന്നതോടുകൂടി വായനയിൽ ലോകവ്യാപകമായി തന്നെ വലിയൊരു
വിപ്ലവം തന്നെ ഉണ്ടായി. സമീപ കാലഘട്ടത്ത് അത് ഇലക്ട്രോണിക് മീഡിയയിലേക്ക് അത് മാറി. ഇലക്ട്രോണിക് മീഡിയയിലേക്ക് മാറിയതിനോടൊപ്പം തന്നെ വായന കാതലായ ഒരു മാറ്റവും കൂടി സംഭവിച്ചിട്ടുണ്ട്. അതായത് വായിക്കുക എന്നതിലുപരി വായിക്കുന്നത് അല്ലെങ്കിൽ ടെക്സ്റ്റ് കണ്ടന്റ് കേൾക്കുകയും കാണുകയും ചെയ്യുക എന്നുള്ളൊരു രീതി. നമ്മളെല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന സെൽഫോൺ എടുത്തു കഴിഞ്ഞാൽ അതിലിപ്പോ ഏറ്റവും ശ്രദ്ധാപൂർവം എഞ്ചിനീയർമാർ ഡെവലപ്പ് ചെയ്യുന്നത് അതിന്റെ ക്യാമറയാണ്, വീഡിയോ ക്യാമറ. കാഴ്ചയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നൊരു കാലം. അപ്പോൾ ഇത്രയും കാലം കടലാസും പേനയും ഉപയോഗിച്ച് വിവർത്തനം ചെയ്യുന്ന ഞാൻ തന്നെ തൊഴിലിന്റെ ഭാഗമായിട്ടുള്ള വരുമാനാധിഷ്ഠിതമായിട്ടും അല്ലെങ്കിൽ പോലും കഴിഞ്ഞൊരു വർഷത്തിലധികമായിട്ട് ഈ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഒരു വിവർത്തനം, ഹോമിയോപ്പതിയുടെ പുസ്തകമാണ്. നിങ്ങൾ ചിലർക്ക് അറിയാൻ പറ്റുമായിരിക്കും, എൻ്റെ ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതി മെറ്റീരിയൽ പഠിക്കുക. ഹോമിയോപ്പതി പരിചയപ്പെട്ട കാലം മുതൽ ഏതാണ്ടൊരു 88 മുതൽ 87-88 മുതൽ ഞാൻ ഒരു പുസ്തകമാക്കാൻ, മലയാളത്തിൽ പുസ്തകമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പുസ്തകം ഇംഗ്ലീഷിലെ ഈ എൻ്റെ ലെക്ചേഴ്സ്. അത് അങ്ങനെ സാധ്യമല്ല, കാരണം 1000-അധികം പേജുകളുണ്ട്. മലയാളം പോലെ ചെറിയ ഭാഷയിലത് വിറ്റ് ലാഭകരമായിട്ട് അത് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ അത് സ്വീകരിച്ചത് ഈ ഓഡിയോ വിഷ്വൽ മീഡിയം ഉപയോഗിച്ചുകൊണ്ട്. അത് വരുമാനദായകമല്ല എങ്കിൽ പോലും വായനയെ പിടിച്ചു നിർത്തണമെങ്കിൽ, വായനയിൽ പുതിയ തലമുറയെ പിടിച്ചു നിർത്തണമെങ്കിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വേണ്ടിവരും. ആ മാറ്റങ്ങളിലൂടെ സ്വാഭാവികമായും പോകുന്നുണ്ട്. ഒരു 2 മാസം മുമ്പ് വളരെ സന്തോഷകരമായ ഒരു അനുഭവം ഉണ്ടായി. ഞങ്ങളുടെ നാട്ടിൽ, ഇപ്പോൾ ഞാൻ താമസിക്കുന്ന പട്ടാമ്പിയില് തിരുമറ്റക്കോട് പഞ്ചായത്തില് ഈ ശ്രീധരനൊക്കെ പഠിച്ച ഒരു മാതൃവിദ്യാലയമുണ്ട്, 4ാം ക്ലാസ് വരെ ഉള്ളൂ. അതിനെ മുറ്റത്ത് വെച്ച് നടന്നൊരു ചടങ്ങ്. അതിന്റെ തൊട്ടടുത്ത് ഒരു കൊച്ചു ലൈബ്രറി ഉണ്ട്. കേരളപ്പിറവിക്കും തലേ വർഷം ആണത് ആരംഭിച്ചത്. അത് സാമാന്യ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അവരുടെ ഒരു വാർഷികത്തിന് ഇതേപോലെ ഉദ്ഘാടനത്തിന് വിളിച്ചിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉദ്ഘാടനത്തിലൊരു ചടങ്ങിലൊരു പരിപാടി ഉണ്ടായിരുന്നു. ഈ ഹരിതകർമ്മ സേനക്കാരായ 4-5 സ്ത്രീകളെ ആദരിക്കല്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളൊന്നും പറഞ്ഞില്ല. ഈ പരിപാടി കഴിഞ്ഞപ്പോ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ ഒരാളൊരു 10-60 വയസ്സുള്ള ഒരാള് എന്നെ കാണാൻ വന്നു. സന്തോഷത്തോടെ കാണാൻ വന്നു, സ്വയം പരിചയപ്പെടുത്തി. അദ്ദേഹം ഒരു തൊഴിലാളിയാണ്, കൂലിപ്പണിക്കാരനാണ്, ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാള്. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, എഴുത്തും വായന. സാക്ഷരതയുടെ കാലത്ത് സാക്ഷര മിഷൻ നടന്നപ്പോൾ പഠിച്ച ആളാണ്. ഇദ്ദേഹം ജോലി കഴിഞ്ഞ് വന്നാല് ബസ് റൂട്ടൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്, 2-3 കിലോമീറ്റർ നടക്കാൻ പറ്റില്ല. പോയിട്ട് കുളിച്ച് എന്തെങ്കിലും ഒരു ചായ കുടിച്ച് നേരെ ഈ ലൈബ്രറിയിലേക്ക് വരും. ലൈബ്രറിയിലേക്ക് വന്നിട്ട് പുസ്തകങ്ങൾ വായിക്കും. അങ്ങനെ വായിച്ച് അദ്ദേഹത്തിന്റെ ഇതൊരു മിഷനായിട്ട് എടുക്കണമെന്ന് തോന്നി. ഒരു പണിക്കർ സാറിന്റെ ഒക്കെ ഒരു പുതിയ വേർഷൻ എന്ന് വേണേൽ പറയാം. അദ്ദേഹത്തിന്റെ അയൽപക്കത്ത് ഒരു അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഈ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കാൻ വേണ്ടി പോകുന്നുണ്ട്, ഹരിതകർമ്മ സേന. ആ സ്ത്രീയെ ഈ ഒഴിവ് സമയങ്ങളിൽ അവർ സെൽഫോൺ നോക്കിയിരിക്കണം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പുസ്തകങ്ങൾ വായിക്കും, കുറച്ച് ഉപകാരം കിട്ടും. ആദ്യമൊന്നും അവർ ഗവനിച്ചില്ല. പറഞ്ഞ് പ്രേരിപ്പിച്ച് വളരെ ലളിതമായ ചില ബാലസാഹിത്യ കൃതികളോ ടോൾസ്റ്റോയുടെ എന്തോ കഥകളുടെ ഒരു മലയാളം വിവർത്തനമാണെന്ന് തോന്നുന്നു കൊടുത്തു. അവർ വായിച്ചു, ഇഷ്ടപ്പെട്ടു. അടുത്ത പുസ്തകം ചോദിച്ചു. അങ്ങനെ വായനാശീലം വന്നു. അങ്ങനെ ഒരു കൂട്ടം വായനക്കാരികളുടെ ഒരു കൂട്ടം ഈ മനുഷ്യൻ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. ഞാൻ പറഞ്ഞു, പി എൻ പണിക്കരുടെ ഈ അനുസ്മരണ ദിനത്തില് നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യം വായന ഇറങ്ങി കുറഞ്ഞ് മുന്നോട്ട് പോകുന്നു എന്നത് മാത്രമല്ല, പണിക്കർ സാറിനൊക്കെ ഇങ്ങനത്തെ പിൻഗാമികൾ ഉണ്ടാകുക കൂടി ചെയ്യുന്നു എന്നുള്ളതാണ്. വായനയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അറിവിന്റെ വിനിമയം, വിജ്ഞാനത്തിന്റെ വിനിമയം, അതുവഴി ഉണ്ടാകുന്ന സാംസ്കാരികമായ അഭിവൃദ്ധി. ഈ വേട്ടയാടിയും പെറുക്കത്തൊന്നും ജീവിച്ചിരുന്ന മനുഷ്യൻ സാംസ്കാരിക പുരോഗതിയുടെ ഒരു പ്രധാന ചാലക ശക്തി എന്ന് പറയുന്നത് ഈ എഴുതാൻ ശീലിച്ചതാണ്. മെസൊപ്പൊട്ടേമിയയിൽ അവിടെ നിന്ന് വന്ന സംസ്കാരങ്ങളാണ്. ജർമ്മനി, ഇസ്രായേൽ, ഇന്ത്യ, അങ്ങനെ പല ഭാഗങ്ങളിലേക്ക് പിരിഞ്ഞ ഒരു കോമൺ സോഴ്സ് അതാണ്. സംസ്കാരത്തിന്റെ ചാലക ശക്തി. ഈ
സംസ്കാരത്തിന്റെ ചാലശക്തി എന്ന് മാത്രമല്ല, ഈ വായന വാസ്തവത്തില് ഒരു നല്ലൊരു വിഭാഗത്തെ സംബന്ധിച്ചോളം ജീവൻ തന്നെയാണ്. വായന ജീവനാണ്, അങ്ങനെ പറയുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പറയുന്ന ഒരാൾ, ഞാനും ആ ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. വായിക്കാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഗ്രൂപ്പ് കൂടി ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു കൂട്ടത്തിനെ ഒന്ന് വിശാലമാക്കി എടുക്കുക എന്നുള്ളതാണ് വാസ്തവത്തില് ഇത്തരം ദിനാചരണങ്ങളിലൂടെയൊക്കെ നടക്കുന്നത്. അതില് ഈ ഹോമിയോപ്പതി ഡോക്ടർമാരുടെ ഈ ഒരു ഓൺലൈൻ കൂട്ടായ്മയും പങ്കെടുക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അത് നല്ല രീതിയിൽ പോട്ടെ. എൻ്റെ ഒരു അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ഇന്നിപ്പോ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നതിന് കാരണം വായനയാണ്. ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു മറ്റൊരു മീറ്റിങ്ങിൽ, എൻ്റെ ഒരു സുഹൃത്തിന് വായിക്കാൻ ഇംഗ്ലീഷ് നോവല് അത് ബുക്ക് ചെയ്തിട്ട് കിട്ടാതെ എറണാകുളം പബ്ലിക് ലൈബ്രറിയിൽ എൻ്റെ റാക്കുകളുടെ 1ാം നിര മുതൽ ഇങ്ങനെ തിരഞ്ഞു പോയപ്പോൾ യാദൃശ്ചികമായി എൻ്റെ കയ്യിൽ കിട്ടിയ പുസ്തകം, ആ പുസ്തകം ആണ് ഞാൻ ഇന്ന് ജീവിക്കാൻ കാരണം. ആ പുസ്തകം കയ്യിലെടുത്തു എന്ന് മാത്രമല്ല, ആ പുസ്തകത്തിന്റെ റീഡബിലിറ്റി, പുസ്തകം എഴുതിയാൽ മാത്രം പോരാ, പുസ്തകം വായനാക്ഷമമായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഈ വായനാ ദിനത്തിൽ അത്തരം പുസ്തകം വായിക്കപ്പെടാൻ പറ്റാത്ത പുസ്തകങ്ങൾക്ക് പ്രസക്തിയില്ലല്ലോ. നിങ്ങളെല്ലാവരും അറിയുന്ന ഒരു പുസ്തകമാണ് ഡോക്ടർ സാമുവൽ ഹാനിമാൻ എഴുതിയ ഓർഗൻ ഓഫ് മെഡിസിൻ. 2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. കുറെ വിദ്യാർത്ഥികളും മറ്റുമൊക്കെ ഇത് കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു ഇതിലാണ്. പുസ്തകം അല്ലെങ്കിൽ റിസർച്ച് തീസിസ് ഒക്കെ എഴുതുമ്പോൾ അതിന്റെ ശീർഷകം, ആദ്യത്തെ വാചകം, ആദ്യത്തെ ഖണ്ഡിക വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വായനയിലേക്ക് ആളെ ആകർഷിക്കുകയും പിടിച്ചു നിർത്തുകയും ചെയ്യുന്ന കാര്യങ്ങൾ. ഒന്ന്, ഓർഗൻ ഓഫ് മെഡിസിൻ എന്ന പേര്, അത് അങ്ങേയറ്റം ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന പേരായിരുന്നു. അത് കണ്ടുകൊണ്ടും സാമുവൽ ഹൈമാനെ കുറിച്ച് ക്വിസ് പരീക്ഷകളിൽ കേട്ടുള്ളത് കൊണ്ടാണ് ഞാനത് തുറന്നത്. ആദ്യത്തെ വരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വരിയാണ്. ആ വരി വായിച്ച് എനിക്ക് ആ പുസ്തകത്തിനെ താഴെക്കാൻ പറ്റില്ല. മറ്റു നോവലുകളിലെ തിരച്ചിൽ നിർത്തിക്കൊണ്ട് വൈകുന്നേരം 5 മണിക്ക് ലൈബ്രറി അടക്കുന്നവരെ ഞാനവിടെ കുത്തിയിരുന്നത് വായിച്ചു. എടുക്കാൻ കാർഡില്ലായിരുന്നു, പുസ്തകം ഒളിപ്പിച്ചു വെച്ചു ഞാൻ. പിന്നീട് എൻ്റെ കയ്യിലുള്ള പുസ്തകം തിരിച്ചു കൊടുത്തു, ആ കാർഡിനെ ബുക്ക് എടുക്കുകയും ചെയ്തു. അപ്പോ ആ വായനയാണ് ഹോമിയോപ്പതിയിലേക്ക് ഞാൻ എത്തിയതും പിന്നീട് ഒരു മാരകമായ രോഗാവസ്ഥയിൽ ആയിരുന്ന ഞാൻ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കാരണമായിരുന്നു. അപ്പൊ പറഞ്ഞത്, വായന പലർക്കും പലതരത്തിൽ ജീവൻ തന്നെയാണ്. എന്നെ സംബന്ധിച്ചോളം ഇത് തെറാപ്യൂട്ടിക്കലായിട്ട്, അല്ലാത്തവർക്കും മാനസികമായും ആത്മീയമായും ഒക്കെ വായന ജീവൻ തന്നെയായിട്ട് മാറുന്ന ഒരു അനുഭവമുണ്ട്. ആ ഒരു അനുഭവത്തിലേക്ക് കൂടുതൽ പേര് വരിക എന്നുള്ളതാണ് ഇത്തരം ആചരണങ്ങളുടെ വാസ്തവത്തിൽ അതിനെ അർത്ഥവത്താക്കുന്നത് തന്നെ. അപ്പോൾ ഇതില് നിങ്ങൾ പ്രഭാഷ വിഷയമായിട്ട് എടുത്തിരിക്കുന്ന സുഹാണിക്കോട് സാറിനോട് കുറച്ച് സന്ദർഭങ്ങളിൽ അദ്ദേഹമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു. അത് ശ്രീകുമാർ സാറ് തന്നെ ശ്രാവ്യ മാധ്യമത്തിലൂടെ മലയാളികളെ മുഴുവൻ സ്വാധീനിച്ച ഒരു സ്ഥാപനത്തിന്റെ തലപ്പത്തെത്തിയ ഒരു മനുഷ്യൻ. അദ്ദേഹം മുഖ്യപ്രഭാഷണം തരാൻ എത്തിയിരിക്കുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. സുഹാറഴിക്കോടിനോട് കൊണ്ട് ഏറ്റവും നല്ലൊരു ഓർമ്മ എന്ന് വെച്ചാൽ, ഞാൻ DC ബുക്സിൽ ഈ യത്നചിറകളൊക്കെ ബന്ധപ്പെട്ട് ഒരു എഡിറ്റോറിയൽ മീറ്റിംഗ് ഇരിക്കുന്ന സമയത്ത്, അന്ന് DC കിഴക്കേ മുറിയുണ്ട്, എഡിറ്റിങ്ങിനെ കുറിച്ചുള്ള ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ, എഡിറ്റിംഗ് എന്ന് വെച്ചാൽ പുസ്തകം പാരായണക്ഷമമാക്കാൻ, വായിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പുസ്തകത്തെ പരുവപ്പെടുന്ന പ്രക്രിയയാണ് ക്ലാസ്സിൽ എഡിറ്റിംഗ്. എഡിറ്റിങ്ങിനെ കുറിച്ച് ചില സംശയങ്ങളും ചില പ്രശ്നങ്ങളും ചില തർക്കങ്ങളൊക്കെ വന്നു. ചിലർക്ക് എഡിറ്റ് ചെയ്യപ്പെടുന്ന ഇഷ്ടമല്ല. അപ്പോൾ കിഴക്കേമുറി സാറ് പോയിട്ട് അദ്ദേഹത്തിന്റെ സഹായിയോട് പറഞ്ഞു, ആ സുഹാറിയുടെ ഫയൽ എടുത്തിട്ട് പറഞ്ഞു. ഫയലെടുത്ത് നോക്കും, കറസ്പോണ്ടൻസിന്റെ ഫയലാണ്. ഒരു കത്തെടുത്ത് കാണിച്ചു. അത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ പുസ്തകം തത്വമസിയുടെ മനസ്ക്രിപ്റ്റ് അയച്ചപ്പോൾ അതിന്റെ കൂടെ കവറിംഗ് ലെറ്ററാണ്. പിഷാരടി സാറ് എഡിറ്റ് ചെയ്യാതെ ഈ പുസ്തകം പബ്ലിഷ് ചെയ്യരുത് എന്ന് കിഴക്കേ മുറിയിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കത്ത്. പുസ്തകം അദ്ദേഹം എത്രയോ വലിയ പണ്ഡിതനാണ്,
എത്രയോ ഭാഷകളിൽ പാണ്ഡിത്യമുള്ള ഒന്ന് ആളാണ്. 2 മിനിറ്റ് കൊണ്ടൊന്ന് വൈൻഡപ്പ് ചെയ്യണേ സാർ. ഓക്കെ, പുസ്തകത്തെ പരാക്ഷരമാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള മഹാന്മാർ പോലും വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ പരാക്ഷരമായ വായനാക്ഷമമായ പുസ്തകങ്ങൾ ഉണ്ടാവട്ടെ, കൂടുതൽ പേര് വായനയിലേക്ക് വരട്ടെ. ഹോമിയോപ്പതി ഡോക്ടർമാരും വിദ്യാർത്ഥികളും ഗവേഷകരും ഒക്കെ നല്ല വായനക്കാരായി തീരട്ടെ. അതിന് ഇത്തരം സന്ദർഭങ്ങൾ ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി, ഈ ദിനാചരണം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു. വളരെ സന്തോഷം സാറ്, വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിൽ. അതുപോലെ വായന സാറിന് പ്രാണവായു പോലെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എല്ലാവർക്കും അതുപോലെ ഇപ്പോഴത്തെ വരും തലമുറയ്ക്കും വായന ഒരു പ്രാണവായു പോലെ ഒക്കെ ആയി മാറട്ടെ എന്ന് നമുക്ക് ആശിച്ചുകൊണ്ട് അടുത്തതായി മുഖ്യ പ്രഭാഷണമാണ്. മുഖ്യ പ്രഭാഷണത്തിനായി ആകാശവാണി അസിസ്റ്റന്റ് ഡയറക്ടറായി റിട്ടയർ ചെയ്ത ശ്രീ മുഖത്തല ശ്രീകുമാർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കും. സാറ് കോഹോസ്റ്റ് ആണ്, അൺമ്യൂട്ട് ചെയ്യാം സാറ്. കോഹോസ്റ്റ് ആണ്, അൺമ്യൂട്ട് ചെയ്യാം. അൺമ്യൂട്ട് ചെയ്തേ സാർ. സാറ് കോഹോസ്റ്റ് ആണ്, ഒന്ന് പ്രസ് ചെയ്ത് അൺമ്യൂട്ട് ചെയ്തേ, ഒന്നുകൂടെ ചെയ്തേ. ശരിയായില്ലേ? ശരിയായി ശരിയായി. ഓക്കെ, താങ്ക് യു ഡോക്ടർ. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോ ഇതിലൊരു ഏതാണ്ട് ആവർത്തിക്കപ്പെടുന്ന ഒരാളായി മാറിയിട്ടുള്ളത് കൊണ്ട് മറ്റു ഉപചാരങ്ങളുടെ ഒന്നും ആവശ്യമില്ല, നമുക്ക് നേരിട്ട് പ്രവേശിക്കാവുന്നതേ ഉള്ളൂ. സുകുമാർ അഴീക്കോടിന്റെ ജന്മശതാബ്ദി വർഷം വരാൻ പോകുന്നു. ഇത് ജന്മശതാബ്ദി വർഷം ആരംഭിച്ചു, വേണമെങ്കിൽ അദ്ദേഹം 1926 ജനിച്ചത് എന്നതുകൊണ്ട് നമ്മൾ 25 നിന്ന് സഞ്ചരിച്ച് 26 എത്തുമ്പോൾ, മെയ് 12 എത്തുമ്പോൾ അദ്ദേഹം ഒരു ശതാബ്ദിയിലേക്ക് നമ്മൾ അടുക്കും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ കൂടുതൽ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇടയാവും. നമ്മളുടെ കേരളീയ ജീവിതത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാത്ത ദിവസം ഉണ്ടാവില്ല. ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തെ എപ്പോഴും ഓർക്കും. കാരണം കേരളീയ ജീവിതത്തിൽ, കേരളീയ സമൂഹത്തിന് നമ്മുടെ കേരളീയ മനസ്സാക്ഷി എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ടെങ്കിൽ, അതിനൊരു മനുഷ്യരൂപം സങ്കല്പിക്കാമെങ്കിൽ അത് സുകുമാർ അഴീക്കോടിൻ്റെതായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ അദ്ദേഹത്തിന്റെ നിര്യാണം വരെയുള്ള ജീവിതം കൊണ്ട് അദ്ദേഹം ആർജിച്ചെടുത്തതാണ് അങ്ങനെ ഒരു സാങ്കല്പിക പദവി നിലവിലുണ്ടെങ്കിൽ അത്. ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ അദ്ദേഹം ശബ്ദിച്ചാൽ അത് കേൾക്കാതെ, അതിന് കാതോർക്കാതെ ഇരിക്കാൻ നിർവാഹമുണ്ടായിരുന്നില്ല. അതാണ് അദ്ദേഹം ആർജിച്ചെടുത്ത, സമൂഹത്തിന്റെ മുന്നിൽ അദ്ദേഹം ആർജിച്ചെടുത്ത പദവി. അദ്ദേഹത്തിന് മുമ്പ് തന്നെ മലയാളത്തിൽ വളരെ എണ്ണം പറഞ്ഞ സാഹിത്യ നിരൂപകരുണ്ടായിരുന്നു. അദ്ദേഹം സാഹിത്യ നിരൂപകൻ എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ സാഹിത്യ ജീവിതം ആരംഭിക്കുന്നത്. അതുകൊണ്ട് അതിനു മുമ്പേ തന്നെ എണ്ണം പറഞ്ഞ സാഹിത്യ നിരൂപകരുണ്ടായിരുന്നു. അതിൽ തന്നെ വലിയ പ്രഭാഷകരും ഉണ്ടായിരുന്നു. ഇപ്പൊ കുട്ടിക്കൃഷ്ണമാരാർ വലിയൊരു പ്രഭാഷകനായിരുന്നില്ല, പക്ഷേ ഖണ്ഡന വിമർശനത്തിന്റെ, ഒരു പക്ഷേ സൂക്ഷ്മമായ വിമർശനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി ആവട്ടെ കേരളത്തിലെ ഏറ്റവും മികച്ച പ്രഭാഷകരിൽ ഒരാളായി അറിയപ്പെടുന്ന ആളുകൂടിയായിരുന്നു, വലിയ വിമർശകനുമായിരുന്നു. അതിൻ്റെയൊക്കെ പിന്നാലെയാണ് സുകുമാർ അഴീക്കോടിന്റെ വരവ്. അപ്പോ അദ്ദേഹം കണ്ണൂർ ജില്ലയിലാണ് ജനിച്ചത്. അതിന്റെ ചരിത്രങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ വിക്കിപീഡിയ നോക്കിയാലും മനസ്സിലാക്കാം. ഞാൻ അതുകൊണ്ട് അത്തരം ഈ സ്ഥിതിവിവര കണക്കുകളിലേക്കൊന്നും പോകുന്നില്ല. അദ്ദേഹത്തിന്റെ ജനനം ഇങ്ങനെ, അദ്ദേഹം പഠിച്ചത് ഇങ്ങനെ, അദ്ദേഹം അങ്ങനെ എന്നൊക്കെ ഞാൻ പറയാൻ പോകുന്നില്ല. പക്ഷെ അദ്ദേഹത്തിനെ വഴിതിരിച്ചു വിടുന്നതിൽ വളരെ നിർണായകമായ പങ്ക് അദ്ദേഹത്തിന്റെ ചില സ്വന്തം തീരുമാനങ്ങൾക്കും അദ്ദേഹത്തിന്റെ പിതാവിന്റെ തീരുമാനങ്ങൾക്കും ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം എല്ലായ്പ്പോഴും പറയും. അദ്ദേഹം ബികോം പഠിക്കണം എന്നത് അദ്ദേഹം ബികോം പഠിക്കാൻ ചേരുമ്പോൾ സംസ്കൃതം പഠിച്ചേ പറ്റൂ എന്നത് പിതാവിന്റെ നിർബന്ധമായിരുന്നു അത്രേ. അദ്ദേഹത്തിന് അതിൽ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല എങ്കിലും നിർബന്ധപൂർവ്വം സംസ്കൃതം പഠിപ്പിച്ചു എന്ന് അദ്ദേഹം പറയും. പഠിച്ച സംസ്കൃതമാണ് അദ്ദേഹത്തെ പിൽക്കാലത്തെ എല്ലാ കാലത്തേക്കും നിലനിർത്തി പോകുന്നത്. ഞാൻ എൻ്റെ ഒരു യൗവനകാലമൊക്കെ എത്തുമ്പോൾ, കൗമാരം കഴിഞ്ഞ് യൗവനത്തിലേക്ക് എത്തുമ്പോൾ, ഞാൻ എൻ്റെ യൗവനത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഞാൻ ആകാശവാണിയിൽ ജോലിയിൽ പ്രവേശിച്ചു. 25-ാമത്തെ വയസ്സിൽ ജോലിയിൽ പ്രവേശിച്ചത് കോഴിക്കോടാണ്. അതിനു മുമ്പ് തന്നെ അഴീക്കോട് സാറിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്, പക്ഷെ ഞാൻ നേരിട്ട് പ്രഭാഷണങ്ങളൊന്നും ആ സമയത്ത് കേട്ടിരുന്നില്ല.
കോഴിക്കോട് ആകാശവാണിയിൽ നിന്ന് ഇറങ്ങി നേരെ നടന്ന് അതുവഴി നടന്ന് നമ്മൾ കോഴിക്കോട് ടൗണിലേക്ക് എല്ലാ ദിവസവും വേറൊന്നും ചെയ്യാനില്ലല്ലോ, അവിടെ ജീവിക്കല്ലേ അങ്ങനെ. അപ്പൊ എത്തുമ്പോൾ ടൗൺ ഹാൾ, കോഴിക്കോട് ടൗൺ ഹാൾ ഉണ്ട്. ആ ടൗൺ ഹാളിലേക്ക് നമുക്ക് ധൈര്യപൂർവ്വം എല്ലാ ദിവസവും വൈകുന്നേരം കയറി ചെല്ലാം. കാരണം അവിടെ ഏതെങ്കിലും ഒരു മഹാസമ്മേളനം ഉണ്ടാവുമെന്ന കാര്യം ഉറപ്പായിരുന്നു. ആ സമ്മേളനങ്ങളിൽ നിരന്തരമായി സുകുമാർ അഴീക്കോട് പ്രഭാഷണം നടത്തുന്നത് കേട്ടാണ് എൻ്റെ കോഴിക്കോട് ജീവിതം നടന്നുപോയത്. ആ പ്രഭാഷണങ്ങളിൽ അങ്ങനെ മുഴുകിപ്പോയി എന്ന് വേണം പറയാൻ. അദ്ദേഹത്തിന്റെ കൃതികൾ വായിക്കാൻ ശ്രമിക്കുകയും പഠിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ആ കൃതികളിലുള്ള സുകുമാർ അഴീക്കോടിനേക്കാൾ എത്രയോ അധികം പ്രഭാഷകനായ സുകുമാർ അഴീക്കോട് എന്നെ ബാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യകാല വിമർശന ഗ്രന്ഥങ്ങളായിട്ടുള്ള ആശാന്റെ സീതാകാവ്യം, രമണനും മലയാള കവിതയും, പിന്നെ ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു എന്നെല്ലാമുള്ള പുസ്തകങ്ങൾ അതിനു മുമ്പേ തന്നെ കണ്ടിരുന്നു. എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കൃതികളുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായ മറ്റൊരു അനുഭവം കൂടിയുണ്ട്. ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരള സാഹിത്യ അക്കാദമി അതിന്റെ CV കുമാർ എൻഡോമെന്റിന്റെ വിഷയമായിട്ട്, മത്സരത്തിന്റെ വിഷയമായി തീരുമാനിച്ചിരുന്നത് G ശങ്കരക്കുറുപ്പിന്റെ കവിതയെക്കുറിച്ച് എഴുതാനാണ്. അപ്പൊ G ശങ്കരക്കുറുപ്പിന്റെ കവിതയെക്കുറിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കേണ്ടി വരുന്നു. അക്കൂട്ടത്തിലാണ് എനിക്ക് G ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു എന്ന് പറയുന്ന അഴീക്കോടിന്റെ പുസ്തകം കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ ആ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും ഗൗരവമുള്ള ഖണ്ഡന വിമർശനമാണ്. ഒരു കവി, G ശങ്കരക്കുറുപ്പ് എന്ന അക്കാലത്തെ ഏറ്റവും മഹാനായ കവി, അദ്ദേഹം ഒട്ടും ഒറിജിനാലിറ്റി ഇല്ലാത്ത ഒരു കവിയാണെന്നാണ് ആ പുസ്തകത്തിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. സുകുമാർ അഴീക്കോടിന്റെ ഗുരുനാഥൻ കൂടിയാണെന്ന് ആലോചിക്കണം. അപ്പൊ ആ കവിതയിൽ ഒരു സ്ഥലത്തും ഒറിജിനാലിറ്റി ഇല്ല. അദ്ദേഹം തരം പോലെ തൻ്റെ സാഹിത്യ സിദ്ധാന്തങ്ങൾ മാറ്റുന്ന ആളാണ്. അദ്ദേഹം ആശയങ്ങൾ എല്ലാ സ്ഥലത്തു നിന്നും കടമെടുത്താണ് അത് ഉണ്ടാക്കുന്നത്. അദ്ദേഹത്തിന്റെ സാഗര സംഗീതം എന്ന് പറയുന്ന കവിത ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഹരീന്ദ്രനാഥ് ചതോപാധ്യായുടെയാണ്, കടലിനെ കുറിച്ച് എഴുതിയിട്ടുള്ള കവിതയുടെ പരാവർത്തനമാണ്. ഇങ്ങനെ അക്ഷരം പ്രതി അതിനകത്ത് ചാർട്ടൊക്കെ വരച്ചിട്ട്, സാധാരണ ഒരു ഗവേഷണ പ്രബന്ധം ചെയ്യുന്നത് പോലെ ചാർട്ടൊക്കെ വരച്ചിട്ട്, ഇത് ശങ്കരക്കുറുപ്പിന്റെ കവിത, ഇത് അതിന്റെ ഏതെങ്കിലും അന്യഭാഷയിലുള്ള അതിന്റെ മൂലം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതിയിട്ട് അതിനെ വിമർശിക്കുന്ന തരത്തിൽ ശങ്കരക്കുറുപ്പ് മാഷിന്റെ ജീവിതത്തിലെ മഹാദുഃഖങ്ങളിൽ ഒന്നായിരുന്നു ആ പുസ്തകം. അദ്ദേഹം അങ്ങനെ ഒരു പുസ്തകം ഇറക്കുകയൊക്കെ ചെയ്തിട്ട് G ശങ്കരക്കുറുപ്പിനെതിരെ അന്ന് കേരളം ഒട്ടാകെ ഒരു ക്യാമ്പയിൻ പ്രവർത്തിച്ചിരുന്നു. നമ്മുടെ തിരുവനന്തപുരത്ത് N ഗോപാലപിള്ള എന്ന് പറയുന്ന സംസ്കൃത കോളേജിന്റെ പ്രിൻസിപ്പലായിരുന്ന സംസ്കൃത പണ്ഡിതനും കൂടെയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ശങ്കരക്കുറുപ്പ് കവിയല്ല എന്നൊരു ക്യാമ്പയിൻ തന്നെ ആരംഭിച്ചിരുന്നു. അതിനോടൊപ്പമാണ് ഈ പുസ്തകവും കൂടി ഇറങ്ങുന്നതെന്ന് മനസ്സിലാക്കണം നമ്മൾ. അപ്പൊ എനിക്ക് ആ പ്രബന്ധം എഴുതാൻ ഞാൻ ആരംഭിക്കുമ്പോൾ ഞാൻ G ശങ്കരക്കുറുപ്പിന്റെ കവിതയെക്കുറിച്ച് എഴുതുന്നതിലും എനിക്ക് വളരെ എളുപ്പമായിട്ടുള്ളത് ഈ അഴീക്കോടിന്റെ പുസ്തകം വായിച്ചിട്ട് അതിലെ വാദങ്ങളെ ഖണ്ഡിക്കുന്നതായിരിക്കും ഞാൻ വിചാരിച്ചു. ഞാൻ സമർത്ഥമായി ഖണ്ഡിച്ചൊന്നുമില്ല കേട്ടോ, അത്രയ്ക്കൊന്നും എനിക്ക് അതിനുള്ള ഒരു ശേഷിയൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല, കോളേജ് വിദ്യാർത്ഥിയാണ്. പക്ഷെ ഞാൻ എന്നാലാവും വിധം ഞാൻ ഈ ഓരോ വാദമുഖങ്ങളെ ഖണ്ഡിച്ചുകൊണ്ടാണ് ആ പ്രബന്ധം എഴുതിയത്. അതുകൊണ്ട് G ശങ്കരക്കുറുപ്പിനെ കുറിച്ചുള്ള അനേകം പുസ്തകങ്ങൾ വായിക്കുന്നതിന് പകരം ഞാൻ ഇതാണ് ചെയ്തത്. പക്ഷെ എനിക്ക് അന്ന് സമ്മാനാർഹനായി. ഞാൻ അതിനെ നേരായി ഖണ്ഡിച്ചത് കൊണ്ടല്ല, ഇത്രയും മഹത്തായ ഒരു കൃതിയെ, അങ്ങനെ ഒരു വിമർശന കൃതിയെ ആധാരമാക്കി പ്രവർത്തിച്ചത് കൊണ്ടാണ്. അതിനുശേഷം ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം എത്രയോ സ്ഥലങ്ങളിൽ, നമ്മൾ ഈ നാടകം കാണാനും കഥാപ്രസംഗം കേൾക്കാനും വണ്ടി കയറി പോകുന്നത് പോലെ എവിടെ സുകുമാർ അഴീക്കോട് പ്രസംഗിക്കുന്നുണ്ടോ അവിടെ എല്ലാം പോകാൻ വേണ്ടിയിട്ട് എത്രയോ ദൂരം യാത്ര ചെയ്ത് എവിടെയൊക്കെ പോയിട്ടുണ്ടെന്നറിയാം. ആ പ്രഭാഷണങ്ങൾ കേൾക്കാൻ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ സുകുമാർ അഴീക്കോടിന്റെ പ്രധാന സംഭാവനകൾ, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ, അദ്ദേഹത്തിന്റെ ആദ്യകാലത്തെ സംഭാവനകൾ അദ്ദേഹത്തിന്റെ വിമർശന കൃതികളാണ്. അതിൽ വളരെ ശ്രദ്ധേയമായ ആദ്യത്തെ കൃതി ആശാന്റെ സീതാകാവ്യമാണ്. അത് അദ്ദേഹം വളരെ യൗവനത്തിൽ ഇരിക്കുന്ന കാലത്താണ് എഴുതുന്നത്. കേരളത്തിലെ ഏതെങ്കിലും ഒരു ഖണ്ഡകാവ്യത്തെ ആധാരമാക്കി, ഒരൊറ്റ കൃതിയെ ആധാരമാക്കി ഉണ്ടായിട്ടുള്ള പഠനങ്ങളിൽ ആദ്യത്തേതാണ്. നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കണം. അതൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്രമാത്രം ആഴത്തിലാണ് ആ കൃതിയെ മനസ്സിലാക്കാൻ സുകുമാർ അഴീക്കോട് ശ്രമിച്ചിരിക്കുന്നത് എന്ന്. എന്നോട് ഡോക്ടർ മനോജ് സാർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി സംസാരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ കൃതികളെ നമുക്ക് ആ സമയത്ത് വളരെ ആഴത്തിൽ പരിശോധിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷമുള്ളത് രമണനും മലയാള കവിത എന്ന് പറയുന്ന കൃതിയാണ്. രമണനും മലയാള കവിത എന്ന കൃതി, രമണൻ ഒരു പരാജയമായിരുന്നു എന്നാണ് സുകുമാർ അഴീക്കോട് അതിൽ പറയാൻ ശ്രമിച്ചത്. നമ്മുടെ കേരളീയരെ ആപാദമാകർഷിച്ച എല്ലാ കാലത്തെയും മഹത്തായ കൃതി എന്ന നിലയിൽ നമ്മൾ കാണുന്ന ഈ കൃതി മധുരനാരങ്ങ പോലെ വിറ്റുകൊണ്ടിരിക്കുകയാണ് എന്ന് ജോസഫ് മുണ്ടശ്ശേരി പറഞ്ഞ ആ കൃതി
ഒരു ഒട്ടും ഫലപ്രദമല്ല, അത് പരാജയപ്പെട്ടു പോയ ഒരു പുസ്തകമാണ് എന്ന് പറയാനാണ് സുകുമാർ അഴീക്കോട് ശ്രമിച്ചത്. അദ്ദേഹത്തിന്റെ രചനകളിൽ ആ തരത്തിലുള്ള വളരെ അനന്യമായിട്ടുള്ള കാഴ്ചകൾ കാണാനുള്ള ശ്രമം അന്നേ ഉണ്ടായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ കാണാത്ത ചിലത് അദ്ദേഹം എല്ലാറ്റിലും കാണാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആംഗല സാഹിത്യ പരിചയം, അത്ര തന്നെ സംസ്കൃതത്തിലുള്ള അഗാധമായ പരിചയമൊക്കെ അദ്ദേഹത്തെ അതിന് സഹായിച്ചു കാണും. ജി ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു എന്നായാലും, മലയാള സാഹിത്യ വിമർശനമായാലും അങ്ങനെ ഇങ്ങോട്ട് വരുന്ന പുസ്തകങ്ങൾ, അദ്ദേഹത്തിന്റെ മാഗ്നം ഓപ്പസ് എന്ന് പറയാവുന്ന, അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് എന്ന് പറയാവുന്ന തത്വമസി എന്ന ഗ്രന്ഥം, ഉപനിഷത്തിനെ, ഭാരതത്തിലെ ഉപനിഷത്തുകൾ, ആത്മാവിന്റെ ഹിമാലയം എന്ന് വിളിക്കുന്ന ഉപനിഷത്തുകളെ കുറിച്ചുള്ള ആ കൃതി ഉൾപ്പെടെയുള്ള കൃതികൾ, അതിന്റെ ആമുഖം മാത്രം മതി കേട്ടോ. അവധുവക്താരം എന്ന് പറയുന്ന ഉപനിഷത്തിലെ ഒരു പ്രാർത്ഥനയാണ്. കൃതി തുടങ്ങുന്നതിന് മുമ്പ് അവധുവക്താരം, ഇത് പറയുന്നയാളെ നീ രക്ഷിക്കണമേ എന്നൊരു പ്രാർത്ഥനയോടുകൂടിയാണ് എല്ലാ ഉപനിഷത്ത് സംഭവങ്ങളും ആരംഭിക്കുക. അങ്ങനെ ഒരു പ്രാർത്ഥന, ഈ പറയുന്നയാളെ രക്ഷിക്കണമേ എന്ന് പറയുന്ന പ്രാർത്ഥനയുണ്ട്. അതാണ് അവധുവക്താരം എന്നാണ് അതിന്റെ ആമുഖം, ഈ തത്വമസിയുടെ. ആ ആമുഖം മാത്രം വായിച്ചാൽ മതി കേട്ടോ, നമുക്കതിന്റെ ഒരു ഗൗരവം മനസ്സിലാവും. പുസ്തകം വായിക്കണ്ട എന്നല്ല. അപ്പൊ അങ്ങനെയുള്ള ഗൗരവമുള്ള കൃതികൾ എഴുതുക എന്ന പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം കേരളത്തിൽ അത്ര തന്നെ സമുന്നതനായ പ്രഭാഷകനായി മാറുന്നു. കൗമാരകാലത്ത് തന്നെ അദ്ദേഹം അങ്ങനെ ആയി മാറുന്നു, യൗവനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ. കാരണം വാഗ്ഭടാനന്ദ ഗുരുദേവനുമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന വലിയ ആധമർണ്യമാണ്. അദ്ദേഹം വാഗ്ഭടാനന്ദ ഗുരുദേവന്റെ ശിഷ്യനായി. വാഗ്ഭടാനന്ദൻ അന്ന് ഉത്തര കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ആധ്യാത്മികാചാര്യനായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിലവിലിരുന്ന മാമൂലുകളെ എതിർക്കുകയും അനാചാരങ്ങളെ എതിർക്കുകയും അതിനെ ധീരമായി നേരിടാൻ തീരുമാനിക്കുകയും ചെയ്തു. കർമ്മ പദ്ധതികൾ ഉണ്ടാക്കി, സിദ്ധാന്തങ്ങൾ മാത്രമല്ല, കർമ്മ പദ്ധതികൾ ഉണ്ടാക്കി. അദ്ദേഹത്തിന്റെ അനുയായികളെ പ്രതിരോധിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ തന്നെ, വാഗ്ഭടാനന്ദന്റെ ഗുരുനാഥൻ തന്നെ വേറെ ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ ഒരു കൃഷ്ണൻ നായരായിരുന്നു, സന്യാസിയായിരുന്നു. അപ്പൊ ആ സന്യാസിയുമായിട്ട് തന്നെ അദ്ദേഹം കലഹിക്കുകയും, അദ്ദേഹത്തിന് വേറൊരു പേരുണ്ട്, ആ കലഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന അനുയായികൾക്ക് തൊഴിൽ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഊരാളുങ്കൽ സൊസൈറ്റി ഉണ്ടാക്കുന്നത്. ആ ഊരാളുങ്കൽ സൊസൈറ്റിയിൽ വാഗ്ഭടാനന്ദൻ അങ്ങനെ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കിയിട്ട് തന്റെ കൂടെ അനുയായികളായി നിൽക്കുന്ന ആളുകൾക്ക് തൊഴിൽ കണ്ടെത്താൻ ശ്രമിച്ചു. ഇന്നും ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഏറ്റവും വലിയ ആദർശ ദൈവം എന്ന് പറയുന്നത് വാഗ്ഭടാനന്ദ ഗുരുദേവനാണ്. വാഗ്ഭടാനന്ദൻ ഉപനിഷത്തുക്കളെ കുറിച്ചും അദ്ദേഹത്തിന്റെ ദർശനത്തെക്കുറിച്ചും പറയുന്നതിൽ സുകുമാർ അഴീക്കോട് ആകൃഷ്ടനായി. ഉത്തര കേരളത്തിലെ അക്കാലത്തെ ഏറ്റവും പ്രഗത്ഭനായ പ്രഭാഷകനും വാഗ്ഭടാനന്ദ ഗുരുദേവനായിരുന്നു. അപ്പോൾ വാഗ്ഭടാനന്ദ ഗുരുദേവനെ പിൻപറ്റിയാണ് അദ്ദേഹം അക്കാലത്ത് പ്രഭാഷണങ്ങൾ ആരംഭിക്കുന്നത്. സാഹിത്യ പ്രഭാഷണങ്ങളായിരുന്നു പലതും. പിന്നീട് അത് സാമൂഹിക വിഷയങ്ങളെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളായി. ആ പ്രഭാഷണങ്ങളുടെ അദ്ദേഹത്തിന് 20 വയസ്സുള്ളപ്പോൾ അദ്ദേഹം ജോലി തേടി ഡൽഹിക്ക് പോകുന്നു, ബികോം പാസ്സായിട്ട്. തിരിച്ചു വരുന്ന വഴിക്ക് സേവാഗ്രാമിൽ പോയി ഗാന്ധിജിയെ കാണുന്നു. അതിനു മുമ്പ് തന്നെ കോൺഗ്രസ് ആദർശങ്ങളോട് ആഭിമുഖ്യം ഉണ്ടായിരുന്ന സുകുമാർ അഴീക്കോട് ഗാന്ധിജിയെ കാണുന്നതോടുകൂടി പൂർണ്ണമായും അദ്ദേഹത്തിന്റെ അദ്ദേഹം ഗാന്ധിജിയുടെ ആരാധകനാകുന്നു. അപ്പൊ 2 ആരാധനാമൂർത്തികൾ, ഒന്ന് വാഗ്ഭടാനന്ദ ഗുരുദേവനും രണ്ടാമത് ഗാന്ധിജിയും. പിന്നീട് ഇങ്ങോട്ട് അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവൻ ഉൾപ്പെടെയുള്ള ആളുകളെ ആ തരത്തിൽ കാണാൻ ശ്രമിക്കുന്നുണ്ട്, കേരളത്തിലെ ആധ്യാത്മിക ജീവിതവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാ കാലത്തും അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിരുന്നത്, എന്നെ പോലെ ഉള്ളവരെ ഏറ്റവും അധികം പ്രേരിപ്പിക്കുന്നത്, ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്, അനീതിയോട് എതിർക്കാൻ പ്രേരിപ്പിക്കുന്നത്, എല്ലാ സമയത്തും പ്രേരിപ്പിക്കുന്നത് ഈ സ്വാതന്ത്ര്യ സമര കാലത്തുണ്ടായിരുന്ന ആദർശ ബോധ്യങ്ങളാണെന്ന് അദ്ദേഹം പറയുമായിരുന്നു. വാഗ്ഭടാനന്ദ ഗുരുദേവന്റെ ശ്ലോകം തന്നെ അങ്ങനെയാണ്, ഉണർന്നെണീറ്റ് അനീതിയോട് എതിർപ്പിൻ എന്നാണ്. അപ്പൊ അനീതിയോട് എതിർക്കുക, എവിടെയൊക്കെ അനീതി ഉണ്ടോ അതിനോട് എതിർക്കുക, എവിടെയൊക്കെ അസമത്വം ഉണ്ടോ അതിനോടൊക്കെ എതിർക്കുക. പക്ഷെ ആ കാലത്തൊക്കെ സുകുമാർ അഴീക്കോട് ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചേരിയിലാണ് നിൽക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായി. കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളുടെ അത് ഫലത്തിൽ അത് ഫാസിസ്റ്റായി പരിണമിക്കുമെന്ന് അദ്ദേഹം ആ കാലത്ത് വിശ്വസിച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റ് പിന്തുണയോടെ മത്സരിച്ച എസ്.കെ. പൊറ്റക്കാടിനെതിരെ തലശ്ശേരിയിൽ മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട് സുകുമാർ അഴീക്കോട് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത്. പിന്നീടാണ് അധ്യാപകനൊക്കെ ആയിട്ട് രംഗത്തേക്ക് വരുന്നത്. അപ്പൊ ഈ പ്രഭാഷണം എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതചര്യയായിട്ട് മാറുന്നു. അപ്പൊ അത് സാഹിത്യ പ്രഭാഷണങ്ങളിൽ നിന്ന് സാമൂഹിക വിഷയങ്ങളുള്ള പ്രഭാഷണമായി മാറുകയും ആ സാമൂഹിക വിഷയങ്ങളിലുള്ള പ്രഭാഷണം ആകെ തന്നെ സമൂഹത്തെ മൊത്തം പരിഗണിക്കുന്നതായി തീരുകയും ചെയ്യും. അദ്ദേഹം അഭിപ്രായം പറയാത്ത വിഷയങ്ങളില്ല എന്നായി തീരുന്നു.
സിനിമയിൽ തിലകനെതിരെ ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനെതിരെ ആദ്യം പ്രത്യക്ഷപ്പെടുന്നതിൽ ഒരാള് സുകുമാർ അഴീക്കോടാണ്. അത് സുകുമാർ അഴീക്കോടും മോഹൻലാൽ ഫാൻസും തമ്മിലുള്ള ഒരു നേരിട്ടുള്ള യുദ്ധത്തിൽ കലാശിക്കുന്നുണ്ട്. പല സ്ഥലത്ത് അദ്ദേഹം അങ്ങനെയുള്ള തർക്കങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് പലവട്ടം. അദ്ദേഹവും ബാലേന്ദ്രൻ ചുള്ളിക്കാടുമായിട്ട് അടിയന്തരാവസ്ഥ കാലത്തെ അദ്ദേഹം എത്രമാത്രം അടിയന്തരാവസ്ഥ കാലത്തെ പ്രതിരോധിച്ചിരുന്നു എന്നതിനെ കുറിച്ച് ബാലേന്ദ്രൻ ചുള്ളിക്കാടുമായിട്ട് ഒരു വിവാദം ഉണ്ടാകുന്നുണ്ട്. അത് പിന്നെ അതൊക്കെ പറഞ്ഞു തീർക്കുകയാണ് ചെയ്തത്. ഈ മോഹൻലാലുമായിട്ടുള്ള വിവാദവും താരതമ്യേന പറഞ്ഞു തീർത്തതുപോലെ കെട്ടടങ്ങുകയാണ് ചെയ്തത്. അസാമാന്യമായ ഉപമകൾ കയ്യിലേക്ക് വരിക, ഈ ഭാരതീയ ദർശനങ്ങളിലുള്ള അസാമാന്യമായിട്ടുള്ള ബോധ്യമുള്ളത് കൊണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം കേട്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം അന്ന് കെ കരുണാകരൻ കേരള മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയമാണ്. നരസിംഹറാവു കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയായിരിക്കുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഈ പറയുന്നതിനകത്തൊരു മിമിക്രിയുടെ സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, കേന്ദ്രം ഭരിക്കുന്നത് 16 ഭാഷകൾ അറിയാവുന്ന ഒരജ്ഞനാണെങ്കിൽ കേരളം ഭരിക്കുന്നത് സാക്ഷാൽ യമധർമ്മൻ തന്നെയാണ് എന്ന് പ്രസംഗിക്കുന്നുണ്ട്. വളരെ പ്രത്യേക ഒരു ടോണിലാണല്ലോ സംസാരിക്കുക. അപ്പോ അങ്ങനെ നമ്മളുടെ മുമ്പിലേക്ക് ഒരു പുതിയ ഒരു ആശയം കൊണ്ടുവരിക. അന്ന് കരുണാകരന്റെ വേഗം കൊണ്ട്, വാഹനത്തിന്റെ വേഗം കൊണ്ട് ആളുകൾ ഇടിച്ച് മരിക്കുന്നു എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്ന സമയത്താണ് അത് ചെയ്യുന്നത്. ഇന്ത്യയിൽ മതവർഗീയത എന്നത് വളരെ ശക്തമായി വരുന്ന ഒരു സമയത്ത് സുകുമാർ അഴീക്കോട് അതിനെതിരെ നിരന്തരമായി പൊരുതിക്കൊണ്ട് രംഗത്തു. അധികാരം എന്നത് നിങ്ങൾ നിരന്തരം ഒരു സ്ഥലത്ത് പറ്റിപ്പിടിച്ചിരിക്കാനുള്ളതല്ല എന്ന് പറയുന്ന ഒരു ഉദാഹരണമായിട്ട് അദ്ദേഹം ഒരു പ്രഭാഷണത്തിൽ പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന രാജാവ് അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തിലേക്ക് അടുക്കുമ്പോൾ, അദ്ദേഹത്തിന് ഭരിച്ചൊഴിയാറൊന്നും ആയിട്ടില്ല കേട്ടോ. അദ്ദേഹം ആ സമയത്ത് അദ്ദേഹം സിംഹാസനത്യാഗം ചെയ്തിട്ട് അനന്തരാവകാശിയെ ഏൽപ്പിച്ചിട്ട് കാൽനടയായി സഞ്ചരിച്ച് ശ്രാവണ ബലഗോളയിൽ വന്നിട്ടാണ് പ്രായോപവേശം ചെയ്തത്, ജീവത്യാഗം നടത്തിയത് എന്ന് അദ്ദേഹം ഒരു പ്രഭാഷണത്തിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് അധികാരത്തോട് നമ്മൾ പുലർത്തേണ്ട സമീപനം എന്നതിനെ കുറിച്ച്. ഇന്ത്യയിലെ ഈ നമ്മൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ചിന്തിക്കുമ്പോൾ ഇന്ത്യയിൽ എത്ര ഹിന്ദു ഡൈനാസ്റ്റി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. എത്ര ഹിന്ദു ഡൈനാസ്റ്റി ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഏറിയാൽ 1 or 2 ഹിന്ദു ഡൈനാസ്റ്റിയെ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പിൽക്കാലത്ത് ബുദ്ധധർമ്മം സ്വീകരിച്ചവരോ അല്ലെങ്കിൽ ജൈനന്മാരോ ആയിരുന്നു എന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ചരിത്രത്തിലുള്ള അവഗാഹം ഏത് സമയവും നമുക്ക് എടുത്തുപയോഗിക്കാവുന്ന വിധത്തിൽ, ചരിത്രത്തെക്കുറിച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന വിധത്തിൽ ചരിത്രം അദ്ദേഹത്തിന്റെ വിരൽത്തുമ്പിൽ ഉണ്ടാവുക. അത് ഇന്ത്യ ചരിത്രം മാത്രമല്ല, ലോകത്തിന്റെ മുഴുവൻ ചരിത്രം. അദ്ദേഹം ഒരിക്കൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഈ UN-ലേക്ക് ആളുകളെ അയക്കുമ്പോൾ നിങ്ങൾ എന്നെ അയക്കൂ, ഞാൻ UN-ൽ പോയി പ്രസംഗിക്കാം. എനിക്ക് UN-ൽ പോയി എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയാവുന്ന ആളാണ് ഞാൻ, UN-ൽ പോയി പ്രസംഗിക്കാം, ഇന്ത്യയുടെ യശസ് അങ്ങനെ ഉയർത്താൻ കഴിയും എന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നേരിട്ട് കേട്ടിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ശിവഗിരിയിലെ സംഘർഷം ഉണ്ടായപ്പോ ആ ശിവഗിരിയിൽ അഡ്മിനിസ്ട്രേറ്ററായിട്ട് അദ്ദേഹം കുറച്ചു നാളിരുന്നു. അതിന്റെ ഒരു മധ്യസ്ഥ ശ്രമത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇരുന്നു. അപ്പൊ അദ്ദേഹം കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ ഗുരുദേവ ദർശനത്തെക്കുറിച്ച് ദീർഘമായ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം വ്യത്യസ്തമായ വീക്ഷണത്തോടുകൂടി. അങ്ങനെയാണല്ലോ ഗുരുവിന്റെ ദുഃഖം എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം എഴുതുന്നത്. അദ്ദേഹം ശ്രീനാരായണ ഗുരു ഈ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ പ്രവർത്തനങ്ങളിൽ അതിനുണ്ടാകുന്ന അപജയങ്ങളിൽ അദ്ദേഹം അത്യധികം ദുഃഖിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ പുസ്തകം ഗുരുവിന്റെ ദുഃഖം. നമുക്ക് ആ പുസ്തകങ്ങളെ കുറിച്ച് പിന്നീട് ഒരിക്കൽ സംസാരിക്കാവുന്നതാണ്. അപ്പൊ ആ ഗുരുവിന്റെ ദുഃഖം എന്ന പുസ്തകം, ആ ഗുരുധർമ്മ പ്രഭാഷണങ്ങൾ, ഗാന്ധിജിയുടെ 125ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേരളത്തിലെ 125 ഗ്രാമങ്ങളിൽ സുകുമാർ അഴീക്കോട് നടത്തിയിട്ടുള്ള പ്രഭാഷണമുണ്ട്. അതൊക്കെ കുറെ എണ്ണം സമാഹരിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ ഈ നമ്മളുടെ മതവർഗീയത വളരെ ശക്തമായിരിക്കുമ്പോൾ ഭാരതീയതയെ കുറിച്ച് തൃശ്ശൂരിൽ അദ്ദേഹം ഒരു പ്രസംഗ സപ്താഹം നടത്തി. 7 ദിവസം ഭാരതീയ ദർശനത്തിന്റെ 7 പ്രത്യേകതകൾ കണക്കാക്കിക്കൊണ്ട് 7 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണം നടത്തി. അത് മലയാള മനോരമയിൽ അതിന്റെ അടുത്ത ദിവസങ്ങളിൽ ആ പ്രസംഗം ഫുൾ ടെക്സ്റ്റ് ആയിട്ട് അച്ചടിച്ച് വന്നിട്ട് അത് പുസ്തകമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, ഭാരതീയത എന്ന പേരിൽ. അപ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം, അദ്ദേഹത്തിന്റെ വളരെ ഗൗരവമുള്ള സാഹിത്യ വിമർശന കൃതികൾ മലയാളത്തിൽ സാഹിത്യ വിദ്യാർത്ഥികൾക്ക് വളരെ പ്രസക്തവും പ്രയോജനപ്രദവുമായിരിക്കെ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സുകുമാർ അഴീക്കോട് അവരുടെ ഒരു കാവലാളായി നിൽക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തെ ഈ കുട്ടിക്കൃഷ്ണമാരാര് വള്ളത്തോളിനെ കുറിച്ച്
വാഗ്ദേവതയുടെ പുരുഷാവതാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സർവ്വഥാ യോജിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം വാഗ്ദേവതയുടെ പുരുഷാവതാരമായിരുന്നു. വളരെ കൃശഗാത്രനായി അദ്ദേഹം മൈക്കിന്റെ മുന്നിൽ നിന്നിട്ട് വളരെ മെല്ലെ മെല്ലെ പ്രസംഗം ആരംഭിച്ചിട്ട് അതിങ്ങനെ ഉയർന്നുയർന്നു വന്ന് പ്രത്യേക ചില സന്ദർഭങ്ങളിൽ അതിലേക്ക് രോഷമൊക്കെ ഇങ്ങനെ പതഞ്ഞു കയറി അതിൽ അസാമാന്യമായ നർമ്മബോധത്തോടുകൂടി ഈ ഭാരതത്തിന്റെ ചരിത്രം, സാഹിത്യം, കാളിദാസനൊക്കെ അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചിരുന്നതിന് അളവില്ല കേട്ടോ. കാളിദാസ കൃതികളൊക്കെ ഇങ്ങനെ അദ്ദേഹം എല്ലാ സമയത്തും ഓർമ്മയിൽ നിന്ന് ഇങ്ങനെ ഉദ്ധരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അസാമാന്യമായി ആ പ്രഭാഷണങ്ങളിലൂടെയാണ് അദ്ദേഹം കേരളത്തിന്റെ മനസാക്ഷിയായി നിലകൊണ്ടത്. എവിടെ എവിടെ എന്ത് അനീതി ഉണ്ടോ അവിടെ എല്ലാം പ്രത്യക്ഷപ്പെടാൻ, അതിൽ പലപ്പോഴും കക്ഷി രാഷ്ട്രീയം നോക്കാതെ, കോൺഗ്രസ്സുകാരനായിരുന്ന അദ്ദേഹം പറഞ്ഞല്ലോ, എനിക്ക് കോൺഗ്രസ്സുകാരനായി മരിക്കണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ എന്നേക്കാൾ മുമ്പേ കോൺഗ്രസ് മരിച്ചുപോയി എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം. അങ്ങനെയൊക്കെയുള്ള വളരെ റയറായിട്ടുള്ള അനേകം പ്രസ്താവനകൾ നടത്താൻ ശേഷിയുള്ള ഒരാൾ. ആ ഭാഷയുടെ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത്, ഞാൻ പറയുന്നത് ഇന്നിപ്പോ ഇത് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നാളെയൊക്കെ സമയമുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ അവശേഷിക്കുന്ന അദ്ദേഹത്തിന്റെ കുറച്ച് പ്രഭാഷണങ്ങളെ യൂട്യൂബിലുള്ളൂ. നിങ്ങൾക്ക് ആ പ്രഭാഷണങ്ങളൊക്കെ എടുത്ത് കേട്ടു നോക്കാം കേട്ടോ. അതിന്റെ ഈ പ്രഭാഷണത്തിന്റെ സംഗീതാത്മകത എന്നത് ഞാൻ ഈ സുമാർ അഴീക്കോടിനെ അനുകരിച്ച് സംസാരിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ അക്കാലത്ത് എന്റെ മേലുദ്യോഗസ്ഥനായിരുന്ന KA മുരളീധരൻ സാർ ഈ പ്രസംഗം അച്ചടിച്ചു വരുമ്പോ എന്നെ വിളിച്ച് റൂമിലിരുത്തിയിട്ട്, നീ ഒരു കാര്യം ചെയ്യുക, അഴീക്കോട് പറയുന്നത് പോലെ നീ തന്നെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുക എന്ന് പറഞ്ഞ് ഞാൻ ഭാരതീയത 7 ദിവസവും ഞാൻ അദ്ദേഹത്തെ സുമാർ അഴീക്കോട് സംസാരിക്കുന്ന പോലെ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. ഞാൻ എത്ര പേരെ സ്വാധീനിച്ചിട്ടുണ്ടാവും. ഞാനൊക്കെ ഒരു കാലത്ത് സുമാർ അഴീക്കോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. പിന്നെയാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇപ്പോഴും രക്ഷപ്പെട്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. കാരണം അത്രയും വലിയ സ്വാധീനമാണ് അദ്ദേഹം ചെലുത്തിയിട്ടുള്ളത്. ഈ പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചു പറയാവുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന്റെ പല പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അതും കൂടെ നമ്മൾ പറയണമല്ലോ. പല പദവികൾ വഹിച്ചിട്ടുണ്ട് അദ്ദേഹം സാധാരണ കോളേജ് അധ്യാപകനായിരിക്കുക, മൂത്തകുന്നം ട്രെയിനിങ് കോളേജിന്റെ പ്രിൻസിപ്പൽ ആയിരിക്കുക, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പ്രോവിസി ആയിരിക്കുക, വൈസ് ചാൻസലർ ഇൻ ചാർജ് ആയിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ നീതിനിഷ്ഠമായി പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ ക്ലാസ്സിൽ അത്ര ജനാധിപത്യ ബോധം ഉള്ള ഒരു അധ്യാപകനല്ലായിരുന്നു എന്ന് ചില ശിഷ്യന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ക്ലാസ്സിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതോ അദ്ദേഹത്തെ ശ്രദ്ധിക്കാതിരിക്കുന്നതോ ഒക്കെ അദ്ദേഹത്തിന് വലിയ ദേഷ്യം ഉണ്ടാക്കും, അവരെ അടിച്ചിരുത്തുമെന്ന് അദ്ദേഹം പറയുമായിരുന്നു. അദ്ദേഹത്തിന് അത്ര വലിയ വാഗ്ധോരണി കൈവശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളുടെ സമൂഹ മനസാക്ഷിക്ക് നേരെ പിടിച്ച കണ്ണാടിയായി എല്ലാ കാലത്തും നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയും. പ്രഭാഷണങ്ങൾ സമാഹരിക്കപ്പെട്ടിട്ടുണ്ട്, പലതരത്തിൽ സമാഹരിക്കപ്പെട്ടിട്ടുണ്ട്. അത് സാഹിത്യം, രാഷ്ട്രീയം, സാമൂഹികം എന്നൊക്കെയുള്ള കാറ്റഗറിയിലൊക്കെ അങ്ങനെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരു നവഭാവന ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, ആ പേരെങ്ങനെയാണെന്ന് തോന്നുന്നു, കോട്ടയത്ത് അദ്ദേഹം അതിന്റെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി. ആ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നവഭാരത വേദി എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ആഭിമുഖ്യത്തിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടത്, അങ്ങനെ ഗ്രാമം മുഴുവൻ, കേരളത്തിലെ ഗ്രാമങ്ങളിൽ മുഴുവൻ സഞ്ചരിച്ചിട്ട് പ്രസംഗിക്കണമെന്നും അതൊരു വലിയ സംഘടനയായി വളരണമെന്നും ഒക്കെ അദ്ദേഹം ആഗ്രഹിച്ചു. അതങ്ങനെയൊന്നും ആയി വളർന്നില്ല. എന്നാലും അദ്ദേഹത്തിന് അക്കാലത്ത് അദ്ദേഹത്തിന്റെ കൂടെ വളരെ ശക്തമായി നിലകൊണ്ട ഡോക്ടർ പോൾ മണലിലൊക്കെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ സ്മാരക പ്രവർത്തനങ്ങളിലൊക്കെ വളരെ ഏർപ്പെട്ടിട്ടുണ്ട്. സുമാർ അഴീക്കോടിന്റെ കൃതികൾ അങ്ങനെ സമാഹരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സമ്പൂർണ്ണ സമാഹാരം എന്ന നിലയിൽ ഇപ്പോഴും ബാക്കിയാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ എത്രയോ എണ്ണം ഇനിയും എഴുതി നമുക്ക് പ്രഭാഷണങ്ങളായി കൈ കിട്ടാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഈ നിലയിലൊക്കെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ സുകുമാർ അഴീക്കോടിന്റെ സാമൂഹിക വ്യക്തിത്വത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇത്ര നേരവും സംസാരിച്ചു കൊണ്ടിരുന്നത്. ആ സാമൂഹിക വ്യക്തിത്വം എന്നത് അനുകരിക്കാനാവാത്ത ഒരു സാമൂഹിക വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. അങ്ങനെ നിർഭയമായി സംസാരിക്കുക. അദ്ദേഹത്തെ ആക്രമിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ആളുകൾ. അദ്ദേഹത്തിന്റെ വീടിന് കല്ലെറിയുക, അദ്ദേഹത്തിന് വധഭീഷണി ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. പക്ഷേ അദ്ദേഹം പറയും, ആ നിർഭയത്വം എനിക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് ലഭിച്ച നിർഭയത്വമാണ്. അദ്ദേഹം അതൊക്കെ പറയുമ്പോൾ ടാഗോറിന്റെ ഈ വെയർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്നൊക്കെ പറയുന്ന ടാഗോറിന്റെ പ്രസിദ്ധമായിട്ടുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥനയൊക്കെ ഉദ്ധരിക്കുകയും അതിന്റെ ജി ശങ്കരക്കുറുപ്പിന്റെ തന്നെ അദ്ദേഹം വിമർശിച്ചിട്ടുള്ള ജി ശങ്കരക്കുറുപ്പ് അതിന് എഴുതിയിട്ടുള്ള പരിഭാഷയൊക്കെ അങ്ങനെ ഉദ്ധരിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. വള്ളത്തോളിനോട് ഒരു പക്ഷപാതം ഉണ്ടായിരുന്നു. പ്രസംഗങ്ങളിലൊക്കെ ആശാനാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കവി, പക്ഷെ പ്രസംഗത്തിൽ ധാരാളം വള്ളത്തോളിനെ ഉദ്ധരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള നിരവധി പ്രത്യേകതകൾ ഉണ്ടായിരുന്ന ഒരാളാണ്. അവിവാഹിതനായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ പ്രണയവുമായി സംബന്ധിച്ച് ഒരു വിവാദം അദ്ദേഹത്തിന്റെ മരണത്തിന്റെ കുറച്ചു നാൾ മുമ്പ് ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. അത് അദ്ദേഹത്തെ മാനസികമായിട്ട് കുറച്ച് ഉലച്ചിരുന്നു.
അപ്പോ അവിവാഹിതനായി ജീവിക്കുക, അവിവാഹിതനായി ജീവിക്കുന്നതിനെ കുറിച്ച് സ്വയം തന്നെ നോക്കി ചിരിക്കുക. അദ്ദേഹം പലപ്പോഴും പറയുമായിരുന്നു, ഞാൻ അവിവാഹിതനായതുകൊണ്ടാണ് അഴിമതിക്കാരനാവാത്തത്, ഞാൻ വിവാഹം കഴിച്ചിരുന്നു, എനിക്ക് മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മക്കൾക്ക് വേണ്ടി അഴിമതി ചെയ്യുമായിരുന്നു എന്നൊക്കെ പ്രഭാഷണത്തിൽ പലപ്പോഴും നർമ്മബോധത്തോടുകൂടി അദ്ദേഹം സംസാരിക്കുമായിരുന്നു. നമ്മളുടെ മുമ്പിൽ ഒരു വലിയ വഴികാട്ടി, വലിയ വെളിച്ചം, വലിയ മാർഗദർശിയൊക്കെ ആയിട്ടാണ് അഴീക്കോട് നിലകൊണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ പലതും നമ്മുടെ ഓർമ്മകളിൽ മാത്രമാണ്. കുറെയൊക്കെ അച്ചടിച്ചു വന്നിട്ടുണ്ട്, പക്ഷെ നമ്മളുടെ ഓർമ്മകളിൽ മാത്രമാണ്. അടുത്ത തലമുറയിലേക്ക് സുകുമാർ അഴീക്കോട് പ്രവേശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു സങ്കടകരമായ ഉത്തരം പറയേണ്ടി വരും. അടുത്ത തലമുറയിൽ പലരോടും ചോദിച്ചാൽ അദ്ദേഹത്തെ കുറിച്ച് അറിയില്ല. കാരണം അതൊന്നും അങ്ങനെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾ അതിന്റെ വിവരങ്ങൾ ശേഖരിച്ച് നമ്മൾ അടുത്ത് വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം സമഗ്രമായി കരുതി വെക്കുകയൊന്നും ഉണ്ടായിട്ടില്ല. അത് പൊതുവേ നമ്മളുടെ ഒരു ശീലമാണ്. നമ്മളുടെ മുമ്പിൽ ഒരാൾ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ അയാളെ വേണ്ടത്ര ഗൗരവമായി പരിഗണിക്കില്ല. എപ്പോഴാണ് അയാൾ നഷ്ടമായി പോകുന്നത്, അപ്പോൾ നമ്മൾ അയാളെ കുറിച്ച് വേവലാതിപ്പെടും. സുകുമാർ അഴീക്കോടിനെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് പേര് വേവലാതിപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരാൾ ഇല്ലാത്തതിന്റെ സങ്കടം എത്ര വലുതാണ് എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ഒരാൾ ആവശ്യമുണ്ട് എന്ന്. നെറികേടുകൾക്ക് നേരെ വിരൽ ചൂണ്ടാൻ, അത് പറയാൻ സുകുമാർ അഴീക്കോടിനുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഗുണം കൂടി പറഞ്ഞ് ഞാൻ ഇപ്പോൾ ഇത് താൽക്കാലികമായി അവസാനിപ്പിക്കാം. അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു ഗുണം, അദ്ദേഹത്തോട് വിഭിന്നമായ രാഷ്ട്രീയമുള്ള ആളുകൾ കൂടി അദ്ദേഹത്തെ അംഗീകരിച്ചിരുന്നു എന്നുള്ളതാണ്. അതൊക്കെ എത്ര അപൂർവമാണ് കേരളത്തിൽ നമ്മൾ ആലോചിക്കണം. അങ്ങനെ വിഭിന്ന രാഷ്ട്രീയക്കാരും വിഭിന്ന ആശയഗതിയുള്ള ആളുകളും അദ്ദേഹത്തെ അംഗീകരിക്കാൻ സന്നദ്ധത കാണിച്ചിരുന്നു. കാരണം അദ്ദേഹം ആത്മാവിന്റെ ഹിമാലയം എന്ന് ഒരു പാശ്ചാത്യ ചിന്തകന്റെ പദം കടമെടുത്ത് ഉപനിഷത്തുക്കളെ കുറിച്ച് പറയുമ്പോൾ, വേറൊരു പാശ്ചാത്യ ചിന്തകൻ ഉപനിഷത്തുക്കളെ കുറിച്ച് പറഞ്ഞാൽ ആത്മാവിന്റെ ഹിമാലയമാണ്. സുകുമാർ അഴീക്കോട് ആ തരത്തിൽ നമ്മളുടെ ചിന്തയുടെയും ബോധത്തിന്റെയും ഹിമാലയമായിരുന്നു. അത് നമ്മളുടെ മുമ്പിൽ പ്രകാശമായി അവശേഷിക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ്. അങ്ങനെ ഒരാൾ ഇന്നലെ ഉണ്ടായിരുന്നു എന്ന് പറയുകയല്ല, അദ്ദേഹത്തിന്റെ ജീവിതം നമ്മളോടൊപ്പം ഉണ്ട് എന്ന്, ആദർശനിഷ്ഠ നമ്മളോടൊപ്പം ഉണ്ട് എന്ന്, ആ നിർഭയത്വം നമ്മളോടൊപ്പം ഉണ്ട് എന്ന്, അങ്ങനെ ശേഖരിച്ചു വെച്ചിരുന്ന ഭാരതീയ സംസ്കാരത്തിന്റെ, പാശ്ചാത്യ സാഹിത്യ സംസ്കാരത്തിന്റെയൊക്കെ വലിയ സഞ്ചിത നിധി, അത് ആവശ്യം വരുമ്പോഴൊക്കെ അത് ഉപയോഗിക്കാൻ തക്ക പാകത്തിൽ ഒരാളിൽ ഉണ്ടായിരുന്നു എന്ന അത്ഭുതത്തോടു കൂടി ഓർക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടി, എന്റെ വ്യക്തിപരമായ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് കടമ്മനിട്ട സാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആ കടമ്മനിട്ട പുരസ്കാരം കിട്ടിയിട്ട് അവർ ആ അവാർഡ് ദാനം നടത്താൻ ഒരുപാട് വൈകി, പ്രഖ്യാപിച്ച ശേഷം. അതിന് വൈകാൻ കാരണം, ആ അവാർഡ് അവർക്ക് കൊല്ലം ജില്ലാ ലൈബ്രറി കൗൺസിലായിരുന്നു, അവർക്കത് സുകുമാർ അഴീക്കോടിനെ കൊണ്ട് തന്നെ എനിക്ക് നൽകിക്കണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു മഹാഭാഗ്യം ഉണ്ടായി. അദ്ദേഹം എനിക്ക് ആ പുരസ്കാരം തരികയും, എന്റെ പുസ്തകം അദ്ദേഹം വായിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല, അപ്പോൾ എന്റെ കയ്യിൽ ഒരു കോപ്പി ഉണ്ടായിരുന്നു. അപ്പൊ ആ പ്രസംഗം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം എന്നോട് പറഞ്ഞു, ആ പുസ്തകം നിങ്ങളൊന്ന് തരൂ എന്ന് പറഞ്ഞു. ഞാൻ ആ പുസ്തകം കൊടുത്തിട്ട് അദ്ദേഹം അവിടെ ഇരുന്ന അസാമാന്യമായ ഗ്രഹണശേഷിയുടെ ഒരു അത്ഭുത സിദ്ധി നമ്മൾ ആലോചിച്ചു നോക്കണം. അവിടെ ഇരുന്ന് അദ്ദേഹം ആ പുസ്തകം കുറെ നേരം മറിച്ചു നോക്കി. എന്നിട്ട് ഇന്നത്തെ പോലെ അന്ന് ഈ മൊബൈൽ തന്നെ ഇല്ല, മൊബൈൽ റെക്കോർഡ് ചെയ്യാനൊന്നും സംവിധാനം ഉണ്ടായിരുന്നില്ല. ഇല്ലെങ്കിൽ ഞാനത് റെക്കോർഡ് ചെയ്തിട്ട് എന്തുമാത്രം എന്റെ ഒരു സ്വകാര്യമായ അഹന്തയായി മാറിയേനെ. അദ്ദേഹം ആ പുസ്തകത്തെ കുറിച്ച് അത്രയും നേരം വായിച്ചതിൽ നിന്ന് ആ പുസ്തകത്തെ കുറിച്ച് അദ്ദേഹം ഗംഭീരമായിട്ടൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട് അവിടെ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തിപരമായും അല്ലാതെയും സമൂഹത്തോടൊപ്പം ചേർന്നും എനിക്ക് സുകുമാർ അഴീക്കോടിനെ അനുസ്മരിക്കാനുള്ള വലിയ ഉത്സാഹമുണ്ട്. അത് സമയപരിമിതി കൊണ്ട് ഞാൻ ഇനി അധികം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. എന്നോട് മനോജ് സാർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ച് മാത്രം, അതിൽ തന്നെ തത്വമസി എന്ന കൃതിയെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ നമുക്ക് മറ്റൊരു ദിവസം സംസാരിക്കാമെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ഈ അവസരത്തിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതിനെപ്പറ്റി നന്ദി പറയാൻ. എനിക്കിങ്ങനെ സുകുമാർ അഴീക്കോടിനെ കുറിച്ച് ഇങ്ങനെ ഞാൻ ഓർക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഞാൻ ഓർക്കുന്നുണ്ട്. വളരെ തമാശകളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അതൊക്കെ പിന്നീട് ഒരിക്കൽ പറയാം. അദ്ദേഹമായിട്ട് ഇടപെട്ടിരുന്ന വളരെ അപൂർവം ചില സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള ചില നർമ്മ മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെയുള്ള, അതിപ്പോ പറഞ്ഞാൽ ശരിയാവില്ല, അതിപ്പോ ഇവിടെ നിൽക്കട്ടെ. അപ്പൊ അങ്ങനെ ചിലത് ബാക്കി വെക്കണമല്ലോ, അങ്ങനെ ചിലത് എല്ലാം പറഞ്ഞു തീർക്കലല്ലോ വേണ്ടത്. അങ്ങനെ ബാക്കി വെച്ചുകൊണ്ട് ഞാൻ ആ സ്മരണയ്ക്ക് മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കേൾക്കുന്നില്ലല്ലോ, കേൾക്കാൻ വയ്യ.
ഓക്കെ. വളരെ സന്തോഷം ശ്രീകുമാർ സാറേ. ആ, സുകുമാർ അഴീക്കോടിനെ അനുസ്മരിക്കാൻ ഇത്രയും അനുയോജ്യനായ മറ്റൊരാളുണ്ടോ എന്ന് എനിക്ക് ഈ പ്രസംഗം കേട്ടപ്പോൾ തോന്നി. എത്ര ആഴത്തിലാണ് അഴീക്കോട് മാഷിനെ മനസ്സിലാക്കിയിരിക്കുന്നത്. കൃതികളിലും സ്വഭാവത്തിലും എല്ലാം പ്രസംഗങ്ങളും എല്ലാം ഇത്രയും നല്ല രീതിയിലാണ് സാറ് അത് വിലയിരുത്തി അതിനെക്കുറിച്ച് സംസാരിച്ചത്. വളരെ സന്തോഷം. അപ്പൊ ഇനിയും അതിന്റെ ബാക്കി ഭാഗം കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അപ്പോ അത് ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും നമ്മുടെ ആദരണീയനായ പ്രസിഡന്റ് എത്തിയിട്ടുണ്ട്. സാറിന് എന്തെങ്കിലും അഴീക്കോട് മാഷിനെ കുറിച്ച് അല്ലെങ്കിൽ വായനാ ദിനത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ സാറേ? സാറേ അൺമ്യൂട്ട് ചെയ്യാം. സാർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചേ. പ്രത്യേകിച്ച് കൂടുതൽ പറയാനില്ല. കാരണം ഞാനൊരു ആക്സിഡന്റിൽ എന്റെ നട്ടല് പൊട്ടി കട്ടിൽ കിടക്കുകയാണ് ഞാൻ. അപ്പൊ ഇന്ന് കയറാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ട് കയറാൻ പറ്റാനായിട്ട് മനോജനെ വിളിച്ച് മനോജ് എനിക്ക് ലിങ്ക് അയച്ചു തന്നു. ആ ഇത്രയ്ക്ക് ലിങ്കിൽ കൂടെ കയറാൻ പറ്റുന്നില്ല. എന്താ അറിയാൻ പാടില്ല, എന്ത് സംഭവിക്കുന്ന അറിയില്ല. ഇന്നലെയും നോക്കാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ കൃത്യം ആ സമയത്ത് തന്നെ 8:30 കയറി തുടങ്ങിയതാണ്. പക്ഷേ കിട്ടിയത് 9 അടുത്ത സമയത്താണ്. അത് ഇദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ കേട്ടു, കുറച്ചൊക്കെ കേട്ടു. സുകുമാർ അഴീക്കോടിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങളെ കോളേജിൽ വന്നിട്ടുണ്ട്, കോളേജിലെ ഫംഗ്ഷൻ എല്ലാം വന്നിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നത് അങ്ങനെ നർമ്മസമായ സംസാരവും വളരെ ആഴത്തിലുള്ള എന്താ പറയാൻ വാക്കുകളില്ല, ചുരുങ്ങിയിറങ്ങുന്ന ഓരോ സംസാരങ്ങൾ കൂടിക്കൊണ്ടായിരുന്നു. അതുപോലത്തെ സാഹിത്യകാരന് പിന്നീട് ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ലാന്നേ പറയാൻ പറ്റുള്ളൂ എനിക്ക്. ഞാൻ വലിയ സാഹിത്യത്തിൽ വലിയ പാണ്ഡിത്യമൊന്നുമില്ല. വായനശീലം അത്യാവശ്യം കൂടുതൽ വായിക്കുന്നതല്ലാതെ പുറലോകത്തെ പറ്റി കൂടുതൽ വായന ശീലം കുറച്ച് കുറവാണ്. ഹോമിയോപ്പതി തന്നെ വായിച്ച് ഇങ്ങനെ പോകുന്ന ഒരാളാണ്. പുറത്തുള്ള വായന വളരെ കുറവ്. എന്നാൽ തന്നെയാണെങ്കിലും ONV-യുടെയും സുകുമാർ അഴീക്കോടിൻ്റെയൊക്കെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ ഞാൻ താല്പര്യം കാണിക്കാറുണ്ട്. ONV കുറിപ്പിനെ ആണെങ്കിലും, കാരണം ONV കുറിപ്പിൻ്റെ ഒരു മരുമോള് എൻ്റെ കൂടെ എൻ്റെ സീനിയർ പഠിച്ചിട്ടുണ്ട്, ഡോക്ടർ ശോഭ. അവരെ കല്യാണം കഴിച്ചത് രാമേന്ദ്രൻ ചേട്ടനാണ്, എൻ്റെ വലിയേട്ടൻ. എൻ്റെ കോളേജിലുണ്ടായത് വലിയേട്ടനായിരുന്നു അദ്ദേഹം. കോളേജിൽ എല്ലാ കാര്യങ്ങളും നിർദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ചേട്ടനാണ് രാമേന്ദ്രൻ. അദ്ദേഹം മറ്റുപോയി. അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അന്ന് കോളേജിലും സുകുമാർ അഴീക്കോട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഹോമിയോപ്പതി കോളേജിലും ഒരിക്കൽ വന്നിട്ടുണ്ട്. ഞാൻ റിട്ടയർഡ് ആകുന്നതിനും ഒരു 10 വർഷം മുമ്പ്. ഓക്കെ സാറേ, ഈ അവശതയിൽ കിടക്കുന്ന സമയത്ത് നമ്മളോടൊപ്പം പങ്കുചേർന്നതിൽ വളരെ സന്തോഷം. അടുത്തത് നമ്മുടെ ഹരിഹരൻ സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത് ഒന്ന് കേൾക്കാം. അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ സാർ. ഹലോ, എനിക്ക് സുകുമാർ അഴീക്കോട് സാറിനെ കുറിച്ച് വളരെ നല്ല ഓർമ്മകളുണ്ട്. ഞങ്ങള് അന്ന് ചെറുപ്പത്തില് ഈ അഴീക്കോട് മാഷിന്റെ ഒരു ആരാധകരായിരുന്നു ഞങ്ങൾ, കുറേ ചെറുപ്പക്കാര്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ സംഘടിച്ചു ചേർന്ന് സാറിനെ കൊണ്ടുവന്ന ആലപ്പുഴയില് ഒരു പ്രസംഗം SDV സ്കൂളിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഈ വരുന്ന വഴിക്ക് സാറ് എൻ്റെ വീട്ടിൽ നിന്നാണ് സാറ്, പിന്നെ മുരളീധര മേനോൻ, പിന്നെ അമ്പലപ്പുഴയിലുള്ള ഒരു ദർശനത്തിന്റെ പത്രാധിപർ പങ്കജാക്ഷക്കുറുപ്പ് സാറ്, പിന്നെ അങ്ങനെ കുറച്ച് പേര് ഒരുമിച്ചാണ് ഞങ്ങൾ ഇവിടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ആലപ്പുഴ പ്രസംഗത്തിന് പോയത്. സാറിന്റെ ഫാൻസ് എന്ന് തന്നെ പറയാം. അന്നത്തെ ആ സാറിന്റെ വാഗ്ധോരണി എനിക്ക് തോന്നുന്നില്ല ഒരൊറ്റ ആളിന് പോലും ഇതുപോലെ കിട്ടിയിട്ടില്ല. പിന്നെ എനിക്ക് പറയാനുള്ള ഒരേ ഒരാള് വാഗ്ധോരണിയില് MB മന്മഥന്റെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഈ MB മന്മഥനും ഈ എൻ്റെ പ്രസംഗ ശൈലി ഒരു പ്രത്യേക രീതിയിലാണ്. അതുപോലെ തന്നെ ഈ സുകുമാർ അഴീക്കോട് സാറിൻ്റെയും പ്രസംഗ ശൈലി ഒരു പ്രത്യേക ശൈലിയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അദ്ദേഹത്തിന്റെ അത് എനിക്ക് തോന്നിയിരിക്കുന്നതാണോ അതോ അദ്ദേഹം അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് ഒരു എതിരാളി ഉണ്ടെങ്കിൽ ആ എതിരാളിയെ കൊന്നു കുഴിച്ചു മൂടി അവന്റെ ശവസംസ്കാരം നടത്തിയിട്ടേ സാറ് പോകത്തുള്ളൂ. അത് സാറിന്റെ ഒരു പ്രത്യേകതയാണ്.
എതിരാളി വേണം. ഒരു എതിരാളി ഉണ്ടെങ്കിൽ സാറ് അവനെ കൊന്നു കുഴിച്ചു മൂടും. അതാണ് സാറിന്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിരിക്കുന്നത്. അതിപ്പം കരുണാകരനാണെങ്കിലും കരുണാകരനെ ആണെങ്കിലും വേറെ ആരെയാണെങ്കിലും സാറിന്റെ കൈ കിട്ടിയാൽ സാറ് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു ഉപമ പറയാം. ഈ ആന ഈ പട്ട എടുത്ത് താഴത്തിട്ട് അടിച്ചിട്ട് ആണ് തിന്നുന്നത് എന്ന കണക്കിനാണ് സുകുമാർ അഴീക്കോട് സാറ് എതിരാളിയെ ഇട്ട് കശക്കുന്നത്. ശ്രീകുമാർ സാറിന് വല്ലതും പറയാനുണ്ടോ അതിനെ കുറിച്ച്? സാറിന് തോന്നിയിട്ടുണ്ടോ അത്? അല്ല, അത് ശരിയാ സാർ, അത് ശരിയാ. സാറിന് ഈ അഴീക്കോട് സാറിന് ആവേശം വരുന്നത് അപ്പോഴാണ്. കുറെ കാലം കരുണാകരനായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ആക്രമണത്തിന് വിധേയനായത്. പിന്നെ മോഹൻലാലുമായിട്ട് ഫൈറ്റ് വന്നപ്പോ മോഹൻലാലിനെ കൈകാര്യം ചെയ്ത് കളഞ്ഞു. ഒരാളും പറയാത്തതുപോലെ അതിനെപ്പറ്റി പറഞ്ഞില്ലേ. ഒരു എതിരാളി വേണം ശരിയാ. സാറിന്. ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബ്രൈറ്റ് ആവും. എതിരാളി ഉണ്ടെങ്കിൽ ബ്രൈറ്റ് ആകുമെന്ന് വെച്ചാൽ ഞാനീ പറഞ്ഞ കണക്കാം. ആന പട്ട എടുത്ത് താഴത്തിട്ട് അടിച്ച് ഒലച്ച് കഴിക്കുന്നത് എന്ന് പറഞ്ഞ കണക്കാണ്. ഒന്ന് കുഴിച്ചു മൂടി അവന്റെ ശവസംസ്കാരം നടത്തും. അതാണ് സുകുമാർ അഴീക്കോട്. ഞാൻ ഓക്കെ, നന്നായിരുന്നു സാർ. സാറിന്റെ ഈ മെമ്മറൈസ് ചെയ്തത് വളരെ നന്നായി. സുകുമാർ അഴീക്കോടിനെ പല നമ്മുടെ ചെറുപ്പക്കാരും ഇപ്പം മറന്നുപോയിരിക്കുന്നു. അവർ കേട്ടിട്ടില്ല, അവരറിഞ്ഞിട്ടില്ല. മഹാകഷ്ടമാണ് എന്ന് അതൊക്കെ അറിയാത്തത്. ശരി സാർ, വളരെ നന്ദി. സന്തോഷം ഹരിഹരൻ സാറേ. എന്തായാലും എല്ലാരും അഭിപ്രായങ്ങളൊക്കെ പങ്കുവയ്ക്കാനായിട്ട് ഹരിഹരൻ സാറും സേട്ട് സാറും ഒക്കെ എത്തി. വളരെ സന്തോഷം. അപ്പൊ ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അതിന്റെ ഔദ്യോഗികമായ നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ റിട്ടയർഡ് ജില്ലാ മെഡിക്കൽ ഓഫീസർ കൂടിയായ ഡോക്ടർ മറിയാമ്മ ജോണിനെ ക്ഷണിക്കുന്നു. നന്ദി ശൈല ഡോക്ടർ. ദേശീയ വായനാ ദിനത്തോടും അനുബന്ധിച്ചും സുകുമാർ അഴീക്കോട് അനുസ്മരണത്തോടനുബന്ധിച്ചും IFPH നടത്തിയ ഈ പ്രത്യേക പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും വായനാ ദിനത്തെക്കുറിച്ച് ആചരിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുകയും അതുപോലെ തന്നെ വായന ജീവനാണ്, വായനയില്ലാതെ ജീവിക്കാൻ പറ്റുകയില്ല എന്നും ജീവിച്ചിരിക്കുന്നതിന് കാരണം തന്നെ വായനയാണെന്നും പ്രത്യേകം ഡോക്ടർ സാമുവൽ ഹനുമാൻ എഴുതിയ ഓർഗനോൺ ഓഫ് മെഡിസിൻ ആദ്യത്തെ വരി വായിച്ചതിന് ശേഷം ഹോമിയോപ്പതിയിലേക്ക് അതുമൂലം രോഗാവസ്ഥയിൽ ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്തു എന്ന് ഹൃദയത്തിൽ നിന്ന് പറയുകയും ചെയ്ത ആൽബി സാർ, ശ്രീ PV ആൽബി സാറിനെ IFPHന്റെയും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ സുകുമാർ അഴീക്കോട് അനുസ്മരണം എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയും സുകുമാർ അഴീക്കോടുമായി വ്യക്തിപരമായ ബന്ധം ഉണ്ടായിരിക്കുകയും 25-ാം വയസ്സിൽ കോഴിക്കോട് ആകാശവാണിയിൽ ജോലി പ്രവേശിച്ചതിന് ശേഷം ജോലിക്ക് ശേഷം സുകുമാർ അഴീക്കോട് സാറിന്റെ പ്രസംഗം കേൾക്കാൻ സ്ഥിരമായി പോവുകയും എവിടെ പ്രഭാഷണം ഉണ്ടായിരുന്നാലും പോകുന്നതിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ച് വിവരിക്കുകയും അനീതിയോട് എതിർക്കുക, അസമത്വത്തെ എതിർക്കുക എന്ന ലക്ഷ്യത്തെക്കുറിച്ചും സാറിന്റെ നിർഭയത്തെക്കുറിച്ചും വിശദീകരിച്ച തിരുവനന്തപുരം ആകാശവാണി മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീകുമാർ മുഹത്തല സാറിന് IFPHന്റെയും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരിൽ ആദരപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ പരിപാടിയുടെ ഔപചാരികമായ സ്വാഗതം ആശംസിച്ച നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മനോജ് ഡോക്ടർക്ക് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ പരിപാടിയിലെ മോഡറേറ്ററായ ശൈല ഡോക്ടർക്കും സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടിയിൽ അഭിപ്രായങ്ങൾ പറഞ്ഞ് നമ്മുടെ പ്രസിഡന്റ് സേട്ട് സാറിനും ഹരിഹരൻ സാറിനും പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. 1753 ദിവസമായി വിജയകരമായി തുടർന്നു വരുന്ന ഈ പ്രതിദിന സൂം വെബിനാറിന്റെ പിന്നണി പ്രവർത്തകരായ എല്ലാ ഡോക്ടർമാർക്കും, ഹോമിയോപ്പതി സ്നേഹികൾക്കും, IFPHന്റെ ഭാരവാഹികൾക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു.
ദേശീയ വായനാ ദിന പ്രത്യേക പരിപാടി വിജയമാക്കാൻ ഇതിൽ സഹകരിക്കുകയും ഇന്ന് പങ്കെടുക്കുകയും ചെയ്ത എല്ലാ ഡോക്ടർമാർക്കും ഹോമിയോപ്പതി സ്നേഹികൾക്കും വിദ്യാർത്ഥികൾക്കും ആയിരം നന്ദി അറിയിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായി ഈശ്വരന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, മറിയാമ്മ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇനി നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം അവസാനിപ്പിക്കുന്ന ഭാഗമാണ്. ഇന്ന് ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും, ബഹുമാന്യരായ എല്ലാ ഡോക്ടേഴ്സിനും നമ്മുടെ ഗസ്റ്റുകൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് മലയാളം സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.